ഗുഡ് ഈവനിങ്. ക്ലാസ് തുടങ്ങിയായിരുന്നോ? ഇല്ല, തുടങ്ങിയിട്ടില്ല കേട്ടോ. ഇല്ല. ഗുഡ് ഈവനിങ് ഓൾ. ഗുഡ് ഈവനിങ് മാം. Good evening, Miss. Good evening, ma'am. ഗുഡ് ഈവനിങ് മാം. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. ഗുഡ് ഈവനിങ് മാം. Good evening, ma'am. ഗുഡ് ഈവനിങ് മാം. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. Good evening. Good evening, ma'am. ഗുഡ് ഈവനിങ് മാം. Okay, good evening all. I'm very happy to see you all. Like a bundle of happiness is spreading here. So I'm very happy. Good evening, ma'am. PGക്ക് ജിഷ മിസ് തന്നെയാണല്ലേ? എന്തായാലും സന്തോഷം. Thank you. അശ്വതി മിസ് ഉണ്ട്. പുതിയ മിസ് വല്ലതും ആയിരിക്കും എന്നും പറഞ്ഞ് ഇങ്ങനെ പേടിച്ചിരിക്കുക. എന്താ പുതിയ മിസ് ആകുമ്പോ സന്തോഷിക്കല്ലേ വേണ്ടേ, പേടിക്കണോ? അല്ല, പിന്നെ നമ്മള് പരിചയപ്പെട്ട് കുറച്ച് ഇതാവാൻ ഇത്തിരി സമയം എടുക്കുമല്ലോ. നമ്മള് മോണ്ടിസോറി മിസ്സിനോടുള്ള ഒരു അറ്റാച്ച്മെന്റ് വേറൊരാളോട് വരണ്ടേ മിസ്സേ? അതൊക്കെ വരും, വരുത്തണം. ആ പറഞ്ഞത് കറക്റ്റ് ആണ്. ഞാൻ അതിനോട് യോജിക്കുന്നു. അതാവുമ്പോ ഞങ്ങൾ അറ്റാച്ച്ഡ് ആയില്ല. ഇനി വേറെ ഒരാളുമായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ലെറ്റ് മീ സേ സംതിങ് ടു. നമ്മുടെ കൂടെ പുതിയ ബാച്ചിലെ കുറച്ച് കുട്ടികളുണ്ട്. അവർക്ക് ഞാൻ ഒട്ടും പരിചയമുള്ള ആളല്ല. സോ ഞാൻ അവരെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. ലൈക്ക് എനിക്ക് തോന്നുന്നു ഒരു ബാച്ചിലുള്ള കുട്ടികൾക്ക് എന്നെ പരിചയമില്ല, ബാക്കിയുള്ളവർക്കൊക്കെ എന്നെ പരിചയമുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സോ ലൈക്ക് മൈസെൽഫ് ജിഷ. ഞാൻ ഇന്ന് നമ്മുടെ PG ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. സോ ആരുടെയോ ഓഡിയോ ഓണാന്ന് തോന്നുന്നു, ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ജോളിയാണെന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു ജോളി. ഓക്കെ, സോ നമുക്ക് ആഴ്ചയിൽ 3 days കാണാം. അതിൽ 2 days ആയിരിക്കും ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നത്. 1 day അശ്വതി മിസ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ഡൗട്ട് ചോദിച്ചോട്ടെ? ഞങ്ങള് PGക്കാരുടെ മെയിൻ ഡൗട്ടാണ്. അപ്പൊ ഞങ്ങൾക്ക് ആഴ്ചയിൽ 3 days മാത്രമേ ഉള്ളൂ ക്ലാസ്, അല്ലെങ്കിൽ മൊത്തത്തില് 6 days ഉണ്ടോ? 6 days, Monday to Saturday. ലൈക്ക് നിങ്ങളുടെ ഡിപ്ലോമയുടെ ഒരു കോമൺ ഭാഗം ഉണ്ടല്ലോ, ഡിപ്ലോമക്കാർക്കും PGക്കാർക്കും ഉള്ളത്, അത് തീരണമല്ലോ. ഓക്കെ മാം, താങ്ക് യു. മോഡ്യൂൾ 3 അത് തീർന്നു കഴിഞ്ഞു വെച്ചാൽ ഞങ്ങൾക്ക് 3 ക്ലാസ് ഉണ്ടാവുള്ളൂ. അതെ, വേണമെങ്കിൽ യെസ്. നമുക്കിപ്പോ ഈ PGക്കും ഡിപ്ലോമയ്ക്കും വേറെ വേറെ മൊഡ്യൂൾസ് പഠിക്കാം. അത് വെച്ചാൽ ഇപ്പൊ നമുക്ക് രണ്ടിലും ക്ലാസ് കിട്ടുന്നതെന്ന് വെച്ചാൽ KG സെക്ഷൻ തന്നെയല്ലേ കിട്ടുക ക്ലാസ് പഠിപ്പിക്കാനായിട്ട്? ഇല്ല, ചില സ്കൂൾസ് 4th സ്റ്റാൻഡേർഡ് വരെയും എടുക്കാറുണ്ട്. പിന്നെ അത് മാത്രല്ല, 4th സ്റ്റാൻഡേർഡ് വരെയുള്ള CBSE സ്കൂളോ ICSE സ്കൂളുകളെല്ലാം ഈവൻ ഞങ്ങളുടെ ബാച്ചിലുള്ള കുട്ടീനെ പ്രിൻസിപ്പൾ വരെ ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ഇറങ്ങിയപ്പോ തന്നെ പ്രിൻസിപ്പൾ ആയിട്ട് കിട്ടി. 4th സ്റ്റാൻഡേർഡ് വരെയുള്ള സ്കൂളായിരുന്നു. സോ KG മാത്രല്ല, ഇപ്പൊ ടീച്ചിങ് പ്രാക്ടീസിന് കുറെ പേര് പോയവരെ തന്നെ വലിയ ക്ലാസ്സിലേക്ക് പ്രാക്ടീസിന് പോകാമോ എന്ന് അവിടുത്തെ സ്കൂളുകാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഡിപ്പെൻസ്. ഈ മോണ്ടിസോറിയെ കുറിച്ച് നല്ലപോലെ അറിയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകാര് അവർ 4th സ്റ്റാൻഡേർഡ് ഹയർ ക്ലാസ്സിലേക്ക് നിങ്ങളെ റെഫർ ചെയ്യും. ബിക്കോസ് ഒരു 4th സ്റ്റാൻഡേർഡ് പറയുമ്പോൾ കുട്ടികളെയൊക്കെ നമ്മൾക്ക് ശരിക്കും 4th സ്റ്റാൻഡേർഡ് അല്ല, ഈവൻ ദോ നമ്മൾക്കൊരു 24 years വരെയുള്ള കുട്ടികളെ നമുക്ക് നല്ല രീതിയിൽ തന്നെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു 24 ഏജ് സ്പാനിലുള്ള കുട്ടികളെ എങ്ങനെ അവരുടെ സൈക്കോളജി നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. പിന്നെ ഞാനിവിടെ ചെന്നൈയിൽ ഒരു ഫെസിലിറ്റേറ്ററായിട്ട് ട്രെയിൻ ചെയ്യാനായിട്ട് ഇങ്ങനെ ചോദിച്ചപ്പോഴ് ഇവിടെ PGക്കാർക്ക് ഇവിടെ 6 മൊഡ്യൂളാണ് അവര് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ 5 മൊഡ്യൂളേ ഉള്ളൂ. ഒരു മൊഡ്യൂളും കൂടെ ആഡ് ആക്കണോ? അല്ലാതെ അവർക്ക് കുഴപ്പമൊന്നുമില്ല, അവരെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ 6 മൊഡ്യൂൾ അവർ പറയുന്നുണ്ട്. അതെന്ത്? അല്ല, അവർക്ക് ഈ 5 മൊഡ്യൂളിന്റെ കണ്ടന്റ് അവർ കണ്ടിരുന്നോ? കണ്ടന്റ് ഒന്നും കണ്ടില്ല. അവര് ഏതൊക്കെ സബ്ജക്ട് പഠിപ്പിച്ച് എന്തൊക്കെയാണ് പഠിച്ച് എന്തൊക്കെയാണ് ആക്ടിവിറ്റി ചെയ്ത് ക്ലാസ് എടുക്കുന്നത് എങ്ങനെയുണ്ട്, എന്തൊക്കെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ക്വാളിഫിക്കേഷൻ എങ്ങനെ എല്ലാം ചോദിച്ചു. അപ്പൊ അതെല്ലാം അവർക്ക് ഇഷ്ടപ്പെട്ടു. അവർ എന്നിട്ട് എത്ര മൊഡ്യൂളുണ്ട് ഇതെല്ലാം ചോദിച്ചു. അപ്പൊ ഇതെല്ലാം പറഞ്ഞിട്ട് അവർ പറഞ്ഞ് ചെന്നൈയിൽ ഓൾസോ 6 മൊഡ്യൂളാണ് എല്ലാ കുട്ടികളും അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മൊഡ്യൂളിലൂടെ അഡീഷണലി എടുത്തിട്ട് സംസാരിക്കാൻ പറഞ്ഞു. അവർ പറഞ്ഞു ആ ഒരു മൊഡ്യൂളിന്റെ പേരൊന്നും ഞാൻ ചോദിച്ചില്ല, എന്തോ പറഞ്ഞു, ഞാനങ്ങ് മറന്നുപോയി. അപ്പൊ ആദ്യമായിട്ടല്ലേ കേട്ടത്.
അത് അപ്പൊ പറയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അത് ആഡ് ചെയ്യായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് 6 സബ്ജക്റ്റ് ആയിട്ടായിരുന്നു, മൊഡ്യൂൾ വൈസ് ആയിരുന്നില്ല, 6 ആ സബ്ജക്ട്സ് ആയിരുന്നു. ആ ഞാൻ പി ജി ഇവിടെ ചെയ്ത സമയത്ത് 6 സബ്ജക്ട്സ് ആയിരുന്നു. ആ ഞങ്ങളെ സംബന്ധിച്ച് സബ്ജക്ട് എക്സാം ആയിരുന്നു. ആ നമുക്കിതിപ്പോ മോഡ്യൂൾ ആയിട്ടാണ്, ഈ മോഡ്യൂളിനെ സബ്ജക്റ്റ് ആക്കിയാലോ എന്ന് ഇങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ട്. കാരണം അതാവുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും, കുറച്ചുകൂടെ മനസ്സിലാവും. ഇങ്ങനെ ഇതിപ്പം ഇവര് പറഞ്ഞേ ഇത് മൊഡ്യൂള് തന്നെ പറഞ്ഞു, ഇവര് പറഞ്ഞ 6 മൊഡ്യൂള് തന്നെ ഉണ്ട്. അത് ഇവിടെ ചെന്നൈയിൽ ഒരു എവിടെയെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നിട്ട് ആ ഒരു മൊഡ്യൂളും കൂടെ നിങ്ങൾ അഡീഷണൽ ഇതിന്റെ കൂടെ ജോയിൻ ചെയ്താൽ മതി, എന്നിട്ട് നമുക്ക് ഇത് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാനതൊന്നും ഇതങ്ങ് പഠിച്ചു തീർക്കട്ടെ പിന്നെ അവിട്ടൊന്ന് ചിന്തിച്ചു. അപ്പൊ അത് ഇത്രയും എല്ലാവരും സംസാരിച്ചപ്പോ മാമിനോട് ആ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ചോദിച്ചതേ ഉള്ളൂ. ഇനി അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വരുവാണെങ്കിൽ അതിന്റെ സിലബസ് ഒന്നും തരുമെന്ന് ചോദിക്കുമോ? ഓ ഞാൻ ഇനിയിപ്പോ ഇത് കഴിയാതെ അതും കൂടെ എല്ലാം കൂടെ വലിച്ചു വരുവാകത്തില്ലേ മാം. ഞാനിപ്പോ നമുക്കിപ്പോ ട്രെയിനിങ് ആവാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോ ഇന്റേൺഷിപ്പ് ചെയ്യണമല്ലോ. അപ്പൊ ഞാൻ ഈ കൊച്ചു പിള്ളേരെ തൊട്ട് +2 വരെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് കൊച്ചു പിള്ളേരെക്കാളും വലിയ പിള്ളേരോട് ആ കൂടുതൽ അറ്റാച്ച്മെന്റിന് എനിക്കൊരു പറ്റുന്നേ. അതുകൊണ്ട് ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടി ഒന്ന് ചോദിച്ചതാ. അപ്പൊ അവർക്ക് താല്പര്യമാണ്, ഇന്റേൺഷിപ്പ് ചെയ്യിപ്പിക്കാൻ താല്പര്യമാ. അപ്പൊ അവര് ഇവിടുത്തെ ഒരു സിസ്റ്റം അങ്ങനെ ആയോണ്ട് ഈ ഒരു സിസ്റ്റം അവര് സർട്ടിഫിക്കറ്റ് ഒക്കെ നോക്കുമ്പോൾ ഇങ്ങനെ വരും. ഒരു സർട്ടിഫിക്കറ്റ് അവരിങ്ങനെ കാണിച്ചു 6 മൊഡ്യൂള്. നമുക്ക് അറിയത്തില്ല, നമ്മൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നമുക്ക് എത്ര ഓരോ മൊഡ്യൂളും എന്തൊക്കെയാ സബ്ജക്റ്റ് എന്ന് പോലും അറിയത്തില്ല. നമ്മൾ പഠിച്ചത് മാത്രമല്ലേ ഇപ്പൊ അറിയാവോ. അത് 1 മാസം കണ്ട് കയറിയതല്ലേ ഉള്ളു. ഇപ്പൊ ഇത് 1-2 മാസം ഒക്ടോബറിലല്ലേ ബാച്ച് കയറിയത്. അപ്പൊ അത്രയല്ലേ അറിയത്തുള്ളൂ. നമ്മളിതെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പറഞ്ഞായിരുന്നെങ്കിൽ കുറെ കൂടെ നമുക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടിയേനെ. നമുക്ക് അറിയത്തില്ലല്ലോ സംഭവം. അപ്പൊ അത് അവരിങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ കാണിച്ച് ഇത്രയും 6 മൊഡ്യൂൾ കാണിച്ചപ്പോ നമുക്കിതിന്റെ പേര് പോലും നമുക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ ഇനിയിപ്പോ ഇത് കുറച്ചുകൂടെ കഴിയട്ടെ, കുറച്ചുകൂടി ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഇതെല്ലാം ഒന്ന് ശരിക്കും ഇതിനെപ്പറ്റി ഒന്ന് മനസ്സിലാക്കിയിട്ട് മതിയെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ ആരോടും അത് പറഞ്ഞില്ല, ക്ലാസ്സിലൊന്നും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് പറയില്ല. ഇപ്പൊ ഇങ്ങനെ സംസാരിച്ചപ്പോ മാമിനോട് അത് ക്ലിയർ ചെയ്യാന്ന് വെച്ച് പറഞ്ഞതാ. ഓക്കെ ഫൈൻ, നമുക്ക് നോക്കാം. ഈ കൺസേൺസ് ഒക്കെ ഞാനൊന്ന് യെസ് പ്ലീസ് മാം. പിന്നെ നമുക്ക് ഈ 5 മൊഡ്യൂളും കൂടെ ചേർത്തിട്ട് ഫൈനൽ ഒരു ഒറ്റ എക്സാമേ ഉള്ളൂ. അത് ക്ലാരിഫൈ ചെയ്യാം സ്മിത. കാരണം അത് എനിക്ക് മാമൊക്കെ അവിടുത്തെ നമ്മുടെ ഓഫീസിലെ സാറും മാമും ഒക്കെ ആയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യണം. അതിനുശേഷം നമ്മളത് പറയാം. ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കാൻ കാരണം എന്താ പറയുക, ഇന്നലത്തെ എക്സാമിന്റെ എക്സാം ഞങ്ങൾ അറ്റൻഡ് ചെയ്തപ്പോഴുണ്ടായ ഫസ്റ്റ് ഭയങ്കര ബ്രേക്കപ്പ് ആയിപ്പോയി എല്ലാവരും. എനിക്കങ്ങനെ ആയിരുന്നു. പൊതുവെ ഗ്രൂപ്പിൽ വന്ന മെസ്സേജസ് എല്ലാം അങ്ങനെ ആയിരുന്നു. നല്ല ബ്രേക്കപ്പ് ആയിരുന്നു. ഞാനൊരു റിക്വസ്റ്റ് പറഞ്ഞോട്ടെ. നമുക്ക് ആ എക്സാമിന്റെ കാര്യം നമുക്ക് ക്ലാസ്സിൽ നമ്മുടെ ക്ലാസ് വരുന്ന സമയത്തൊന്ന് മതിയോ? എക്സാം വല്ലതും കഴിഞ്ഞോ ഇപ്പോ? സോറി അതാ ഞാൻ പറഞ്ഞു വന്നത്. നമ്മള് ഒരു മോഡ്യൂൾ കഴിയുമ്പോൾ ഒരു ടേം എക്സാം ചെയ്യാറുണ്ട്. അപ്പൊ ഇവരുടെ ബാച്ചിനുള്ള ടേം എക്സാം യെസ്റ്റർഡേ ആയിരുന്നു. സോ അതിന്റെ കാര്യം ചോദിക്കും. അപ്പൊ ഞാൻ പറയുമായിരുന്നു അത് നമ്മളുടെ ആ ക്ലാസ്സിലൊന്നും നമുക്ക് പറയാം. ഇപ്പൊ നമ്മള് എല്ലാരും കൂടെ ഒരുമിച്ചുള്ള ഒരു ക്ലാസ് അല്ലേ, PG ക്ലാസ്. പുതിയ കുറെ ഡൗട്ട്സ് ഉണ്ട്. സോ ഞാൻ ഇവിടെ ഒരു മെസ്സേജ് കണ്ടു. പ്രത്യൂഷ ഫസ്റ്റ് ആണ് ഓൺലൈൻ ക്ലാസ് ജോയിൻ ചെയ്യുന്നത്. സോ പ്രത്യൂഷ, ദിസ് ഇസ് യുവർ ഫസ്റ്റ് ക്ലാസ് ആണോ പ്രത്യൂഷയുടെ? യെസ് മാം. എനിക്ക് ഉച്ച സമയത്ത് ക്ലാസ്സിൽ കയറാൻ പറ്റാറില്ല. ഞാനൊരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട് ടീച്ചറായിട്ട്. നമ്മുടെ ടൈം കിഡ്സ് എന്ന് പറയുന്ന സ്കൂളിലാണ്. അപ്പൊ ഞാൻ ഓഫ്ലൈൻ ക്ലാസ്സുകളാണ് അറ്റൻഡ് ചെയ്യുന്നത്. പിന്നെ കുറെ ക്ലാസ്സസ് എനിക്ക് ഡിലേ ആയിട്ടുണ്ട്. മാമിനെ കണ്ട് എനിക്ക് പരിചയമുണ്ട്. ഞാൻ ഓഫ്ലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് കണ്ട് പരിചയമുണ്ട്. പക്ഷെ ഓൺലൈനിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഏത് ബാച്ചാ? 6 ബാച്ചാ ഓഗസ്റ്റിൽ തുടങ്ങിയത്. ക്ലാസ്സസ് എനിക്ക് ഡിലേ കിടപ്പുണ്ട്. ഞാനിങ്ങനെ ടൈം എനിക്ക് ഒരു ബാച്ചാണ്. ഞാനപ്പം ഒരു ക്ലാസ്സിൽ ഞാൻ മെസ്സേജ് ഇട്ടിരുന്നു, എന്നെയും കൂടെ ആ ഗ്രൂപ്പിലൊന്ന് ആഡ് ചെയ്യണമെന്നും പറഞ്ഞ് നമ്പർ സഹിതം മെസ്സേജ് ഇട്ടിരുന്നു. കാരണം എനിക്കൊന്നും ഡീറ്റെയിൽസ് ഒന്നും കിട്ടാറില്ല. പിന്നെ ഞാൻ ഈ ഓഫ്ലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് നോക്കിയിട്ടാണ് എടുക്കുന്നത്. ടൈം കിട്ടുന്നില്ല. അപ്പൊ കുറെ ക്ലാസ്സസ് ഡിലേ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് നമ്പർ തന്നാ ഞാൻ പറയാം. ഓക്കെ. അപ്പൊ കൃപ്പയുടെയും ഫസ്റ്റ് ക്ലാസ് ആണ്. ഓക്കെ, കൃപ്പ ചെയ്തിട്ടുള്ളൂ കേട്ടാ. ഹലോ മിസ്. കൃപ, അന്നീമ ഇതൊക്കെ ഫസ്റ്റ് ബാച്ച്. MT5 ആണ് അന്നീമ. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾ പകല് ഓഫീസിൽ പോകുന്നവരായിരിക്കും അല്ലെ? കൃപ ഏത് ബാച്ചാ?
മിസ് ഞാൻ ഇപ്പോഴത്തെ ഓഗസ്റ്റ് ബാച്ചാണ്. ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ലൈവ് ക്ലാസ് ഒന്നും കിട്ടാറില്ല. റെക്കോർഡഡ് ക്ലാസ് ആണ് കേൾക്കുന്നത്. ഓക്കെ ഫൈൻ. MT ഏതാണ്? MT 8 ആണ്. ഇപ്പോഴത്തെ ലാസ്റ്റ് തുടങ്ങിയ ഓഗസ്റ്റ് ബാച്ച്. ഓക്കെ മാം എന്റെ നമ്പർ കൂടെ ഇതിനകത്തിട്ട് എന്നെയും കൂടെ ഒന്ന് ആഡ് ചെയ്യോ? ഞാൻ അന്ന് നമ്പർ കൊടുത്തായിരുന്നു, പക്ഷെ ആരും ആഡ് ആക്കിയില്ല. ഓ ആഡ് ഇട്ടാ മതി, ഞാൻ ആഡ് ചെയ്തേക്കാം കേട്ടോ. ഓക്കെ. മാം ഗുഡ് ഈവനിങ് മാം. ഹലോ ഞങ്ങൾ MT4 ആണ് മാം. ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ ഇന്ന് ജോയിൻ ചെയ്ത ഫസ്റ്റ് ടൈം ജോയിൻ ചെയ്തവർക്ക് ആകെ ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുവാണ്. എന്താണ് ഒന്നും മനസ്സിലായിട്ടില്ല, ആകെ ഒരു അവിയൽ പോലെ ഇരിക്കുകയാണ്. എക്സാം കഴിഞ്ഞോന്ന് അറിയണം. എന്തോ എനിക്ക് ക്ലിയർ ആയില്ല. ഫസ്റ്റ് ജോയിൻ ചെയ്തവർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ കൺഫ്യൂഷൻസ് ക്ലിയർ ചെയ്യാം. MT3 ബാച്ചുകാർ ഓൾറെഡി ഒരു PG സ്റ്റുഡൻസിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവര് നമ്പർ ഇടുവാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ അതിന്റെ അഡ്മിൻ ആരെന്ന് വെച്ചാൽ അത് ചേർത്തേക്കും. ബാക്കിയുള്ളവരും കൂടെ സിജി ഇട്ടിരിക്കുന്ന ഗ്രൂപ്പിന്റെ ലിങ്ക് അതാണ്. അതെ അതെ അതെ, ഗ്രൂപ്പിന്റെ ലിങ്ക് അതാണ്. ഇന്ന് ചെയ്ത് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കൺഫ്യൂഷൻസ് ആക്ച്വലി നമ്മള് ഡിപ്ലോമ കോഴ്സിന്റെ ലാസ്റ്റ് മോഡ്യൂൾ വരുന്നത് ഒരു സ്കൂൾ മാനേജ്മെന്റിനെ കുറിച്ചാണ്. ആ സ്കൂൾ മാനേജ്മെന്റിന്റെ ആ ഒരു മോഡ്യൂൾ നിങ്ങൾക്ക് വരുമ്പോൾ അതിൽ കുറച്ചുകൂടെ അഡീഷണൽ കാര്യങ്ങൾ അതിനകത്ത് വേണ്ടതായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തരണം. അതിന്റെ ഒരു എന്താ പറയാ, ഒരു ഹയർ വേർഷൻ ആണ് നമുക്ക് ഈ മോഡ്യൂൾ 4ഉം 5ഉം വരുന്നത്. അതായത് ഒരു സ്കൂൾ എങ്ങനെ വർക്ക് ചെയ്യണം, അതിന്റെ മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ്, അവിടെ നടക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാമാണ് നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. കാരണം നിങ്ങൾക്കൊരു സ്കൂൾ തുടങ്ങാനുള്ള സർട്ടിഫിക്കറ്റും കൂടിയാണ് മോണ്ടിസോറി കഴിയുമ്പോഴേക്കും കിട്ടുന്നത്. കോഴ്സ് കഴിഞ്ഞ് നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ട് പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്കൊരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഒരു മോണ്ടിസോറി സ്കൂൾ, ഒരു പ്രീ സ്കൂള്, ഡേ കെയർ, വട്ടെവർ ഇറ്റ് ബി. ഓക്കെ, അപ്പൊ അതെങ്ങനെ ഇപ്പൊ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിന്റെ അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റും എങ്ങനെയാണെന്ന് നമ്മൾ അറിയണം. അത് മാത്രമല്ല, നമ്മൾ അഥവാ ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട് വേറൊരു സ്കൂളിൽ വർക്ക് ചെയ്യാൻ പോകുമ്പോഴും നമ്മൾക്ക് അതിന്റെ മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷനും എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം, അല്ലെ? സോ അതാണ് നമ്മളുടെ മോഡ്യൂൾ 4ലും 5ലും കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, സോ എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു പ്രയറോട് കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഐ തിങ്ക് എനിക്ക് തോന്നുന്നു 7 ബാച്ചാണോ 8 ബാച്ചാണോ എന്ന് എനിക്ക് അത്ര ഒരു ഐഡിയ ഇല്ല. സോ ആ ബാച്ച് വരുന്ന ഓരോ ദിവസവും ഓരോ ബാച്ച് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തയ്യാറെടുത്തവർ. അപ്പൊ നമ്മൾ സാധാരണ ക്ലാസ്സിൽ പറയുന്നത്, എനിക്ക് തോന്നുന്നു MT7 വരെയുള്ള ബാച്ചുകൾക്ക് അറിയാം, ഒരു കമ്മിറ്റി ഫോം ചെയ്യുന്നു. നിങ്ങൾക്ക് ആ ഗ്രൂപ്പൊക്കെ ആയി കഴിയുമ്പോഴേ പരസ്പരം അറിയാൻ പറ്റുള്ളൂ. കമ്മിറ്റിയിലെ 2 കോർഡിനേറ്റേഴ്സ് ഉണ്ടായിരിക്കും. അവരായിരിക്കും ആ ഒരാഴ്ച അവരുടെ ഡ്യൂട്ടിയാണ്. അപ്പൊ നെക്സ്റ്റ് വീക്ക് ആവുമ്പോൾ കോർഡിനേറ്റർ ചേഞ്ച് ചെയ്യണം. ഒരാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് 3 days ക്ലാസ് ആണ്. ആരാണ് പ്രയർ പറയേണ്ടത്, ആരാണ് തോട്ട് ഓഫ് ദി ഡേ, ആരാണ് സൈൻ ഇൻ ചെയ്യേണ്ടത്. സൈൻ ഇൻ 2 പേർക്ക് ചെയ്യാം. എല്ലാരും സൈൻ ഇൻ അത് ചെയ്യണം. പിന്നെ സൈൻ ഔട്ടും 2 പേർക്ക് ചെയ്യാം. നമുക്ക് ഈ 1 hour ടൈം കിട്ടണം, അല്ലെ? അതുകൊണ്ട് എല്ലാവരുടെയും സൈൻ ഇൻ ചെയ്യാനുള്ള സമയം നമുക്ക് ഇവിടെ ഇല്ല. ഓൾമോസ്റ്റ് ഒരു 200-അടുത്ത് സ്റ്റുഡൻസ് വരുന്നുണ്ട്. സോ സൈൻ ഇൻ 2 പേര് ചെയ്യുക, സൈൻ ഔട്ട് 2 പേര് ചെയ്യുക. അപ്പൊ നമുക്കൊരു ക്ലാസ്സിന്റെ ഒരു 10-15 minutes മാക്സിമം അതിന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, വിഷ്ണുപ്രിയ എസ് മീ ഓൾസോ ന്യൂ ജോയിനർ. വിഷ്ണുപ്രിയ ഏത് ബാച്ചാ? മാം ഏപ്രിൽ ബാച്ച്. ഓക്കെ, PG ക്ലാസ് നമ്മൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇന്നലെ നിങ്ങളുടെ എക്സാം കഴിഞ്ഞു. ഓക്കെ, ഫൈൻ. പിന്നെ ഇറ്റ് വിൽ ബി ലൈക്ക് ഒരു യൂണിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു MCQ, ഒരു മോക്ക് ടെസ്റ്റ് പോലെ തരും. ഈ മോക്ക് ടെസ്റ്റ് തരുന്നത് നിങ്ങൾ എത്ര ആ ഒരു ടോപ്പിക്, ആ ഒരു കണ്ടന്റ് നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തി എന്നറിയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മോക്ക് ടെസ്റ്റ് തരുന്നത് കേട്ടോ. പിന്നെ ഇതിന്റെ കൂടെ നമുക്ക് അറിയാം, എല്ലാവർക്കും അറിയാവുന്ന പോലെ അസൈൻമെന്റ് ആക്ടിവിറ്റീസ്. പിന്നെ PGക്ക് ഒരു പ്രത്യേകത വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, PGയുടെ ടോപ്പിക്കില് ഓരോ യൂണിറ്റിലും ചെറിയ ചെറിയ ടോപ്പിക്സ് ഞങ്ങളങ്ങ് മാറ്റും. അത് ആഴ്ചയിൽ ഒരു ദിവസം ആ മാറ്റിയ ടോപ്പിക്ക്
ഒരാള് സെമിനാർ ആയിട്ട് പ്രിപ്പയർ ചെയ്ത് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാനായിട്ട് ആസ് എ ഫെസിലിറ്റേറ്റർ നിങ്ങളത് പ്രസന്റ് ചെയ്യണം. ആ ഒരു രീതിയിലായിരിക്കും PG ക്ലാസ്സസ്. മാം ഇപ്പൊ പറഞ്ഞ ഒന്നും കൂടി പറയോ? ക്ലിയർ ആയില്ല. പറയാം. നമ്മൾക്ക് രണ്ട് മോഡ്യൂൾസ് ആണ് PGക്ക് വരുന്നത് അല്ലെ. അതിലെ യൂണിറ്റ്സുകൾ ഉണ്ട്. ഓരോ യൂണിറ്റിലും ഒരു ടോപ്പിക് റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാട്ടോ ഈ ടോപ്പിക് ഞാൻ എടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് വരാം. സെമിനാർ ആയിട്ട് പ്രസന്റ് ചെയ്യണം. ടോപ്പിക്കിന്റെ ആ ഒരു കണ്ടന്റ് അനുസരിച്ച് എത്രത്തോളം ആ ടോപ്പിക് ഉണ്ട് അതിനനുസരിച്ച് ടൈം സെറ്റ് ചെയ്യാം. മാക്സിമം ഒരു 20 അതിന്റെ മിനിറ്റ്സ്. മോഡൽ ടീച്ചർ ഒരു പ്രാവശ്യം നമ്മൾക്ക് പറഞ്ഞു തരുമോ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത്? തീർച്ചയായിട്ടും. നമ്മളുടെ ഏതൊക്കെയോ ബാച്ചുകളിൽ അല്ലാതെ PGയുടെ സെഷനിലല്ല, അല്ലാത്ത സെഷനുകളിൽ എന്താ പറയാ ഹെലൻ കെല്ലറിനെ കുറിച്ചെല്ലാം സെമിനാറുകൾ കുറെ പേര് എടുക്കുകയുണ്ടായി. അപ്പൊ ഇതെല്ലാരിലും പറഞ്ഞു തരണമെങ്കിലേ പിന്നെ നമുക്ക് ചെയ്യാലോ. മാം ഇതിന്റെ PDF സെൻഡ് ചെയ്യൂലേ? എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ബുക്ക് പ്രിപ്പയർഡ് ആണ്. ബുക്ക് അതൊന്ന് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത നമ്പറിൽ ഒന്ന് വിളിക്കണേ. ബുക്സ് റെഡിയാണെന്ന്. ബുക്ക് വാങ്ങാത്ത ആൾക്കാർ PDF ഇടാമെന്ന് പറഞ്ഞിരുന്നു. അത് ഏതിലെ എവിടെയുടെ ക്ലാസ് റൂമിലാണോ ഇടുക? അത് ഞാനൊന്നൊക്കെ ചോദിച്ചിട്ട് പറയാട്ടോ, എനിക്ക് അതിന്റെ കൺഫർമേഷൻ എനിക്ക് അറിയില്ല. അതുപോലെ ഈ ക്ലാസ് നമുക്ക് ലൈവ് കാണാൻ പറ്റിയില്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് ഉണ്ടാവൂലേ? തീർച്ചയായിട്ടും ഇറ്റ് ഈസ് ഓൺ റെക്കോർഡിംഗ് നൗ. റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ. സോ നമുക്ക് എന്തായാലും ഇത് സെമിനാർ എടുക്കേണ്ട നമ്മുടെ ഈ ടെസ്റ്റ് ബേസ് തന്നെയാണല്ലോ, അല്ലാതെ പുറത്തുനിന്നുള്ളതല്ലോ. അതിലെ കണ്ടന്റ് ആയിരിക്കും സെമിനാർ ടോപ്പിക്. നിങ്ങൾക്ക് അതിന്റെ സോഴ്സസ് എവിടെ നിന്ന് വേണമെങ്കിലും കളക്ട് ചെയ്യാം, ഡേറ്റാസ് എവിടെ നിന്ന് വേണമെങ്കിലും കളക്ട് ചെയ്യാം. ദാറ്റ്സ് അപ് ടു യു. പക്ഷെ കണ്ടന്റ് ടെസ്റ്റിനകത്ത് തന്നെ ബേസ് ചെയ്തുള്ളതല്ലേ? അതെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, സോ ടെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ കോൺടാക്ട് ചെയ്യുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം. മാം നമുക്ക് ഇതിന്റെ PDF അവര് ക്ലാസ് റൂമിൽ ഇടുമെന്നാണോ പറയുന്നത്, അതോ ടെക്സ്റ്റ് ബുക്ക് എന്നാണോ? എനിക്ക് അത് ക്ലിയർ ആയില്ല. ക്ലാസ് റൂമിൽ ഇടുന്ന കാര്യത്തെ പറ്റി എനിക്കൊരു കൺഫർമേഷൻ അറിയില്ല. ടെക്സ്റ്റ് റെഡിയാണ്, കുട്ടികളുടെ കയ്യിലെല്ലാം ടെക്സ്റ്റ് ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് ഞാൻ ക്ലാസ്സിലേക്ക് വന്നിരിക്കുന്നത്. നോ മാം, ഞാൻ ഇന്ന് മോർണിംഗ് കൂടി ഞാൻ ചോദിച്ചേ ഉള്ളൂ. അപ്പൊ അവര് പറഞ്ഞു ഒന്നും റിപ്ലൈ ഒന്നും അതിന് വന്നില്ല. ഞാൻ ചോദിച്ചു ഞങ്ങൾക്ക് PDF അയച്ചു തരുവാണെങ്കിൽ ഞങ്ങൾക്ക് പ്രിന്റ് എടുത്തെങ്കിലും വെക്കാമായിരുന്നു എന്ന് ഞാൻ ഇങ്ങനെ ചോദിച്ചു. പക്ഷെ അതിന് റിപ്ലൈ ഒന്നും വന്നില്ല. ഞാനൊന്ന് ചോദിക്കാം കേട്ടോ. ഇപ്പൊ നാളെ നമുക്കൊക്കെ ക്ലാസ് റൂമിൽ ഇട്ട് തരയാണ് ചെയ്തത് മിസ്സേ, ഓഗസ്റ്റ് ബാച്ചുകാർക്കൊക്കെ. അപ്പൊ അവർക്കും അങ്ങനെ ചെയ്യുമായിരിക്കും തോന്നുന്നു. നമുക്ക് മൊഡ്യൂൾ 1ഉം 2ഉം അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? PDF ഇട്ടിട്ട് നമ്മൾ പ്രിന്റ് എടുത്ത് ചെയ്തിരുന്നത്. അതൊന്ന് കൺഫേം ചെയ്യാട്ടോ, കാരണം എന്തായാലും കുറെ കാര്യങ്ങൾ നമുക്ക് ക്ലാരിഫിക്കേഷൻ വേണ്ടി വരും. സോ മിസ്സേ ടെക്സ്റ്റിന്റെ കാര്യം പറഞ്ഞില്ല മിസ്സേ, അതെങ്ങനെയാണ് നമുക്ക് അവിടുന്ന് അവർ സെൻഡ് ചെയ്ത് തരും, അത് ഇവിടുന്ന് മേടിക്കണം എന്നാണോ? എന്താണോ പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഇപ്പൊ അറിയണേ ഉള്ളൂ ഈ ടെക്സ്റ്റിന്റെ കാര്യം. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റെഡി ആണെന്ന് പറഞ്ഞു. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതിന്റെ കോപ്പീസ് ഇങ്ങനെ ബുക്കായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. സോ ഐ തിങ്ക് നിങ്ങൾക്കെല്ലാം അത് എങ്ങനെയാണോ അതൊന്ന് ചോദിക്കാൻ ഞാനും ചോദിച്ചേക്കാം. മാം, ഞാൻ പ്രത്യക്ഷയാണ്. അപ്പം ഞാൻ ശരിക്കും എറണാകുളത്താണ് താമസിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്കിവിടെ പറവൂരടുത്താണ് ഇതിന്റെ സ്മാർട്ട് സിറ്റിയുടെ ഓഫീസ് ഉണ്ട്. അപ്പൊ അവിടെ തന്നെ വിളിച്ചത് ഞാൻ ആ കോൺടാക്ട് നമ്പർ വേണമെങ്കിൽ സെൻഡ് ചെയ്ത് തരാം. അപ്പൊ അവര് ഒന്നുകിൽ നമുക്ക് ബുക്സ് നമുക്ക് കൊറിയർ അയച്ചു തരും. അപ്പൊ എനിക്കിവിടെ അടുത്തായതുകൊണ്ട് ഞാൻ പോയി വാങ്ങിക്കുകയാണ് ചെയ്തത്. അപ്പം 2 പ്രിന്റിലുള്ള ബുക്സ് ആണ് എനിക്ക് കിട്ടിയത്. അപ്പം അവിടെ ചെന്ന് ഞാൻ വാങ്ങിക്കോട്ടെ. പ്രത്യുഷ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ടെക്സ്റ്റിന്റെ കോസ്റ്റ് എത്ര? എനിക്ക് 5 മൊഡ്യൂളിനും കൂടെ 1750 അത് ശരിക്കും പറഞ്ഞാല് ഇത് ഇച്ചിരി ഫോണ്ട് വലുതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 ഫോണ്ട് അവൈലബിൾ. നമ്മുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഗ്രൂപ്പിൽ സംസാരിച്ചാൽ നമ്മുടെ ക്ലാസ് എനിക്ക് ഓൾമോസ്റ്റ് എനിക്ക് ഞാൻ ഗ്രൂപ്പിൽ ആഡ് ആയിട്ടില്ല. അതുകൊണ്ട് ബുക്സിന്റെ സംശയം ചോദിച്ചോണ്ട് പറഞ്ഞത്. അപ്പൊ ആഡ് ആവുകയാണെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ ഫസ്റ്റ് ക്ലാസ് ആയതാണ് ഇത്രയും സംശയം വരുന്നത്. അടുത്ത ക്ലാസ് തൊട്ട് ഇത്രയും പ്രശ്നം ഉണ്ടാവില്ല. ടെസ്റ്റിന്റെ കാര്യം എല്ലാം നമ്മുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആദ്യടുത്തൊന്ന് നോക്കേ. ടെസ്റ്റിന്റെ കാര്യം, ടെസ്റ്റിന്റെ നമ്പറും എല്ലാം കൊടുത്തിട്ടുണ്ട്. Okay, so can we start? Yes ma'am. Yes ma'am. Okay ma'am. Yes ma'am.
വേറെ ഒന്നും വിചാരിക്കണ്ട എല്ലാവരും. ഓക്കെ ഫൈൻ. സോ നമ്മള് ആസ് യൂഷ്വൽ നമുക്ക് പ്രെയർ സ്റ്റാർട്ട് ചെയ്യാം. ആര് റെഡി ആയിട്ട് പെട്ടെന്ന് ഞാൻ പറയട്ടെ മാം, ഫ്രം പാലക്കാട് ധന്യ. ഓക്കെ ധന്യ. Okay. Everyone in the world should sleep without fear. At least for one night, sleep without fear. Everyone in the world should eat to their fill. At least for one day, eat to their fill. There should be one day when there is no violence. No one is injured, no one is harmed. All people, young and all, should serve the poor and needy. At least for one day, serve selflessly. This is my dream, this is my prayer. Love is the answer, love is the way, love is the answer, love is the way. Thank you, ma'am. ആദ്യമായിട്ടാണ് ഇതുവരെ ക്ലാസ്സിൽ ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണെന്നൊന്നും തോന്നുന്നില്ല. ഇറ്റ്സ് വെരി നൈസ്, സൂത്തിങ്, വെരി നൈസ്. ആദ്യമായിട്ടാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, സോ ലൈക്ക് നെക്സ്റ്റ് വൺ തോട്ട് ഫോർ ദ ഡേ ആണ്. ഇന്നിപ്പോ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് വെരി ഗുഡ്. പറയട്ടെ മിസ്സേ. Yes, please. We are shaped by our thoughts. We became what we think. When the mind is pure, joy follow like a shadow that never leaves. Buddha. Thank you, miss. Okay. രണ്ടെണ്ണം പറയണോ മാം? ഒരു കാര്യം പറഞ്ഞോട്ടെ. PG ക്ലാസ് ആണ്, ആദ്യത്തെ ക്ലാസ് ആണ്, എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാകും. അപ്പൊ അതിലിങ്ങനെ ഓരോരുത്തർ ആരും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കാര്യമില്ല മാം. നമ്മളിപ്പോൾ ഈ ജോലിക്ക് പോകുകയാണെങ്കിൽ കുഞ്ഞു പിള്ളേരുമായിട്ടാണ് ഡീൽ ചെയ്യണത്. നമ്മൾ വളരെ കാമായിരിക്കണം. എല്ലാവർക്കും ഡൗട്ട്സ് ഉണ്ടാകും, അതെല്ലാവരും ഉൾക്കൊള്ളാൻ തയ്യാറായിരിക്കണം. എനിക്ക് ഇത്രേ പറയാനുള്ളൂ മാം. അല്ലാതെ ഫീൽ ചെയ്തൊക്കെയാണല്ലോ പറയുന്നത്. I'm respecting your feelings and ആ തോട്ട്സും അത് ശരി തന്നെയാണ്. കുറെ ഡൗട്ട്സ് ഉണ്ടാവും. പിന്നെന്താ വെച്ചാല് കുറച്ചു പേർക്ക് ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ലല്ലോ, അങ്ങനെ ഉണ്ടാവും. പിന്നെ ഈ റെക്കോർഡ് ക്ലാസ് ഇപ്പൊ ലൈവിൽ ഇരിക്കുന്നവർക്ക് വലിയ പ്രശ്നം അധികം തോന്നില്ലായിരിക്കും. റെക്കോർഡ് ക്ലാസ് കേൾക്കാനായിട്ട് വരുന്നവർക്ക് എന്ന് പറയുമ്പോഴേക്കും ഇത് മുഴുവൻ കേൾക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് നല്ല ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ, ഡൗട്ട്സ്. ഓക്കെ ഫൈൻ, ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമുക്കത് പ്രോബ്ലം ഇല്ല. നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് നമുക്കൊരു കമ്മിറ്റി ഫോം ചെയ്യുന്നുണ്ട്. സോ പ്രെയർ ആൻഡ് നിങ്ങൾക്ക് ഗ്രൂപ്പ് നിങ്ങളുടെ സെറ്റ് ആവും. അപ്പൊ നിങ്ങൾക്ക് വരുന്ന എല്ലാ ഡൗട്ട്സും എല്ലാം ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. സോ അത് നമുക്ക് ഓരോരുത്തരായിട്ട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ, മെസ്സേജും വരേണ്ട കാര്യമില്ല. അപ്പൊ ഒരുമിച്ച് ആ ഡൗട്ട് എല്ലാം നോക്കി നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. നിങ്ങൾ ക്ലാസ്സിൽ വരുമ്പോൾ പറയാം, ക്ലാരിഫൈ ചെയ്യാം. അത് കുഴപ്പമില്ല. നമ്മളുടെ ഒരു 1 വീക്ക് ഇങ്ങനെ പോകും. കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ വരുമല്ലോ 1 വീക്ക്. സത്യം മാം, അതങ്ങനെയാണ്. കാരണം നമ്മള് വർക്കിംഗ് ഒക്കെ ആവുമ്പോ നമ്മ ഇതിലേക്കല്ല കേറണേ. അപ്പൊ അതിന്റെ ഒക്കെ ഒരു പ്രോബ്ലം ആണ് അത്. ഡൗട്ട് ഒക്കെ പെട്ടെന്ന് ക്യൂരിയസ് ആയിരിക്കും ഭയങ്കരമായിട്ട്, അതുകൊണ്ടാണ്. മാത്രല്ല മിസ്സേ, നമ്മൾ ലൈവ് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ ആക്റ്റീവ് ആയിരിക്കുമല്ലോ. റെക്കോർഡഡ് ക്ലാസ് കേൾക്കുമ്പോൾ ചിലപ്പോൾ 4-5 ക്ലാസ് ഒക്കെ ഒരുമിച്ചായിരിക്കും നമ്മൾ കേൾക്കുന്നത്. അപ്പൊ നമുക്ക് ഒരുമാതിരി വട്ടുപിടിച്ച അവസ്ഥയാവും. കാര്യം ആർക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ജസ്ര മാമിന്റെ അടുത്ത്, ഫീസ് അടയ്ക്കുന്ന മാമിന്റെ അടുത്ത് സംസാരിച്ചാൽ മാം ടെസ്റ്റ് അയക്കുന്ന പോസ്റ്ററിന്റെ എല്ലാ കാര്യവും പറഞ്ഞുതരും. ഇല്ലെങ്കിൽ നമ്മുടെ ജയദേവ് സാറിന്റെ അടുത്ത് പറഞ്ഞാല് സാറ് എല്ലാ കാര്യവും പറഞ്ഞു തരും നിങ്ങൾക്ക്. അല്ല, ഇന്ന് ഫസ്റ്റ് ദിവസമല്ലേ, അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഓരോരുത്തർ സംശയങ്ങൾ ചോദിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. മാം, ഞാൻ ഈ അമൃത, സഫിയ അവരെയൊക്കെ ശരിക്കും ഈ ഓഫ്ലൈൻ ക്ലാസ്സിനാണ് കണ്ടിരിക്കുന്നത്. അപ്പം ഈ ഓഫ്ലൈൻ ക്ലാസ് കണ്ടിട്ട് ശരിക്കും എനിക്കും ഒരുപാട് കൺഫ്യൂഷൻസ് വരുന്നുണ്ട്. ഇങ്ങനെ ചില ഈ പറഞ്ഞാൽ എനിക്ക് കുറെ ശരിക്കും പറഞ്ഞാൽ 1 മന്ത് ക്ലാസ് എനിക്ക് ഡിലേ കിടപ്പുള്ളൂ. ഞാൻ റെക്കോർഡഡ് ക്ലാസ് ശരിക്കും സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോൾ നമുക്ക് ടൈം കിട്ടാറില്ല. അപ്പൊ ശരിക്കും ഡൗട്ടൊക്കെ ചോദിക്കുമ്പം അങ്ങനെ ആ ക്ലാസ്സിൽ, റെക്കോർഡഡ് ക്ലാസ്സിൽ തന്നെ ഓരോരുത്തർ ഡൗട്ട് ചോദിക്കുന്നതൊക്കെ നോക്കിയിട്ടാണ് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം ശരിക്കും നല്ല ടെൻഷനുണ്ട്. ആദ്യമായിട്ട് ഓൺലൈൻ ക്ലാസ് കയറിയതിന്റെ ഒരു ടെൻഷനുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. അതുകൊണ്ട്
വേറെ ആരും അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. കാര്യം ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. ഇനിയിപ്പോ ഓൺലൈൻ ക്ലാസ് റെഗുലർ ആയി കഴിയുമ്പോൾ അത് ഓക്കെ ആയിക്കോളൂ എന്ന് വിചാരിക്കുന്നു. അതെ ഒരു എന്തായാലും 1 വീക്ക് നമ്മളെ ബാച്ചിലെ എല്ലാ ഡൗട്ട്സും നമ്മൾ ജിഷ മിസ്സിന്റെ അടുത്താണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത്. വേറെ എല്ലാ ക്ലാസ്സിനെ വെച്ചിട്ട് നമ്മൾ ജിഷ മിസ്സിന്റെ അടുത്താണ് ചോദിക്കുന്നത്. നമുക്ക് അത്രയും ഫ്രീഡം മിസ്സിന്റെ അടുത്ത് ഉള്ളതുകൊണ്ടാണ് നമ്മൾ അത് ചോദിക്കുന്നത്. അത് കുഴപ്പമില്ല. അത് മാത്രല്ലടാ, ടീച്ചേഴ്സ് പറയുമ്പോ നമുക്ക് കുറച്ചും കൂടെ ഒരു സമാധാനാവൂലോ, അതുകൊണ്ടാ ചോദിക്കുന്നത്. ഞാൻ ഈ റെക്കോർഡഡ് ക്ലാസ് കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, ദൈവമേ എന്റെ ബാച്ചിലുള്ള എല്ലാവരും നല്ല ഫ്രണ്ട്ഷിപ്പിലുള്ളവരാണ് എല്ലാം. പക്ഷെ എനിക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് മാറി. ഞാനിപ്പോ നമ്പർ ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്താൽ മതി എന്നെയും കൂടെ ഒന്ന്. ഷെയർ ചെയ്യൂ, നിങ്ങളുടെ പേഴ്സണൽ ഗ്രൂപ്പ് ഒന്ന് നല്ല ആക്റ്റീവ് ആകട്ടെ. റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ വരട്ടെ. നിങ്ങളുടെ മാനേജ്മെന്റ്. യെസ്, ഓക്കെ. സോ ഇപ്പൊ കഴിഞ്ഞ എക്സാമിന്റെ ആൻസേഴ്സ് ഒന്ന് ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്യാൻ പറയുമോ മാം? ഒന്ന് റിക്വസ്റ്റ് ചെയ്യാം അവരോട്. ഞാൻ പറഞ്ഞു, കാരണം ഇതിപ്പം പല ബാച്ചസ് ഒരുമിച്ച് വരുവാണ്. അപ്പൊ ഞാൻ ഓരോ ബാച്ചിനുമായിട്ട് എക്സാം നടത്തുന്ന ആ കാര്യങ്ങൾ നമ്മുടെ ക്ലാസ് വരുന്ന അതിൽ പറയാം. അപ്പൊ ഇവർക്ക് കൺഫ്യൂഷൻ ആവും, ആരോ ചോദിക്കണ്ടായിരുന്നു എക്സാം എന്തെങ്കിലും കഴിഞ്ഞോന്ന്, അങ്ങനെ ഒരു ടെൻഷൻ കണ്ടു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഞെട്ടിപ്പോയി, കാരണം 1 month ആയിട്ട് കയറാൻ പറ്റിയിട്ടില്ലേ. അപ്പൊ ഞാൻ പെട്ടെന്ന് എക്സാം എന്ന് പറഞ്ഞാൽ കുറച്ചാണ് ഞാൻ അറിഞ്ഞില്ലല്ലോ. പിന്നെ പോർഷൻസ് ഒക്കെ പറയോ മാം, അതോ ഇതുവരെ എടുത്തതായിരിക്കും എക്സാമിന് ഫുൾ ഉണ്ടാവുക, ഫസ്റ്റ് ടൈം ഉണ്ടാവുക? പോർഷൻസ് പറയും, നിങ്ങൾക്ക് എടുത്തത് മാത്രമേ എക്സാമിന് ചോദിക്കുള്ളൂ. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ക്വസ്റ്റ്യൻസ് ഞാനാണ് ഇടുന്നതെങ്കിൽ ക്ലാസ്സിൽ ഇന്ററാക്റ്റീവ് സെഷൻസ് ആയിട്ട് നടന്ന് നല്ല രീതിയിൽ പ്രൊഡക്റ്റീവ് ആയിട്ട് ചിലരെ റെസ്പോണ്ട് ചെയ്യും. നിങ്ങൾ പലരും, എല്ലാവരും തന്നെ, എല്ലാവരുടെ ഉള്ളിലും കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ പലപ്പോഴും അത് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഇടും. അതിനെന്നെ മനസ്സിൽ വഴക്ക് പറയും, എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ അത് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഇട്ടിരിക്കും. അല്ലാണ്ട് PDF നോക്കി അതേ ലൈൻ തന്നെ ഞാൻ ക്വസ്റ്റ്യൻ ഇടില്ല. ടീച്ചറെ ക്ലാസ്സിൽ ഡിസ്കഷൻ ചെയ്ത കാര്യങ്ങളല്ലേ ഇടുള്ളൂ? ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഞാൻ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് തരാറുണ്ട്. ഇങ്ങനൊരു കാര്യം വന്നാൽ എന്തായിരിക്കും നിങ്ങൾ ചെയ്യുക? അപ്പൊ അത് റിലേറ്റഡ് ഞാൻ ക്വസ്റ്റ്യൻസ് ഇട്ടിരിക്കും. റെക്കോർഡ് ക്ലാസ് കേൾക്കുന്നവർ ഈ ഒരു എന്തോ മെയിൻ എക്സാമിനെ വളരെ സിമ്പിൾ ആയിരുന്നു. ഓക്കെ, നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഇവര് പേടിച്ചു പോകും. ഞാൻ ഇനി ഇവർക്ക് എക്സാം ഇടുമ്പോഴേക്കും ഇവര് ബാക്കിയുള്ള ബാച്ചുകാരൊക്കെ പേടിച്ചു. നിങ്ങൾ പേടിപ്പിക്കല്ലേ പ്ലീസ്. നല്ല മാർക്ക് ഉണ്ട്, എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ട്, നിങ്ങൾ ആരും പേടിക്കല്ലേ. നല്ല ടെൻഷൻ ഉണ്ട് മിസ്സേ. ഉള്ള കാര്യം പറയാലോ, കുറെ നാളായിട്ട് ലൈവ് ക്ലാസ് ഒന്നും കേറാറില്ല. ഇപ്പൊ PG ക്ലാസ് രാത്രി വെച്ചത് തന്നെ നല്ല സൗകര്യമായി, സമയം അഡ്ജസ്റ്റ് ചെയ്ത് കേറാം. പിന്നെ ലൈവ് ക്ലാസ് കയറുന്ന സുഖം റെക്കോർഡ് ക്ലാസ് കയറി കിട്ടില്ല. കുറെ കേൾക്കുമ്പോ ബോറടിക്കും. ലൈവ് ക്ലാസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഞാൻ ഇപ്പോഴും സ്വപ്നം കാണും, പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഹോൾ ടിക്കറ്റ് എടുക്കാത്തതും, പരീക്ഷയ്ക്ക് ഞാൻ പഠിച്ചുകൊണ്ട് പോയിരുന്ന സബ്ജക്ട് അല്ലാത്ത വേറെ സബ്ജക്ട് പരീക്ഷയ്ക്ക് വരുന്നതും, അതൊക്കെ ഞാൻ ഇപ്പോഴും സ്വപ്നം കാണാറുണ്ട്. പരീക്ഷ മാം ക്ലാസ്സിലത്തെ ക്വസ്റ്റ്യൻ ഇടുന്ന പറഞ്ഞപ്പോ ടെൻഷൻ ഉണ്ട്. കാരണം PDF നോക്കി പഠിക്കാലോ, മിസ്സായ ക്ലാസ് എന്നുള്ള പ്ലാനിൽ ഇരിക്കുന്നു. അപ്പൊ ഫുള്ള് റെക്കോർഡ് ക്ലാസ് കുത്തിരുന്ന് കേൾക്കേണ്ടി വരും. പക്ഷെ എന്റെ ഒരു ഇതിൽ ഞാൻ കണ്ടിരുന്ന PDF-നേക്കാൾ നന്നായിട്ട് ഇങ്ങനെ ലൈവ് ക്ലാസ് എടുക്കുമ്പോൾ അതിൽ പറഞ്ഞ നോട്ട്സ് മാത്രം ഞാൻ എഴുതാറുണ്ടായുള്ളൂ. ഇപ്പൊ കുറച്ച് ഒരു 2-3 ആഴ്ച ലൈവ് ക്ലാസ് കയറാറില്ല. പിന്നെ എന്റെ ഗ്രൂപ്പിൽ കുറച്ച് നല്ല ആക്റ്റീവായിട്ടുള്ള എന്നെ കുറെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവരുടെ ഒരു ഹെൽപ്പും പിന്നെ ഇപ്പൊ ഇതായാലും കയറാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ആദ്യം നോക്കി എന്റെ ഗ്രൂപ്പിലുള്ളവരൊക്കെ ഇതിലുണ്ടോന്ന്. സഫിയനൊക്കെ കണ്ടപ്പോ ഒരു ആശ്വാസം എനിക്ക്. എക്സ്ക്യൂസ് മീ, ഒരു കൺസേൺ ഞാൻ ഇവിടെ കണ്ടു. അതൊന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ആശ മാം, ഓഫ്ലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് എപ്പോഴാണ് എക്സാം നടത്തുന്നത്? ഈ ഓഫ്ലൈൻ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന റെക്കോർഡ് ക്ലാസ്സസ് അല്ലേ? എല്ലാവർക്കും ഒരുമിച്ച് തന്നെയാണ്. ഓൺലൈനിൽ കയറുന്നവർക്കും അതിന്റെ റെക്കോർഡ് കാണുന്നവർക്കും സെയിം കാര്യമല്ലേ നമ്മൾ കാണുന്നത്? ഡിഫറെന്റ് ടൈമിലാന്നല്ലേ ഉള്ളൂ. എക്സാം എല്ലാം ഒന്ന് തന്നെയാ, സെപ്പറേറ്റ് ഇല്ല. ഓക്കെ, സോ മൊഡ്യൂൾ 4 ഇപ്പൊ മാഡം എക്സാം നടത്തി എന്ന് പറഞ്ഞില്ല. ഞാനൊരു സ്കൂളിൽ വർക്ക് ചെയ്യണേ. അപ്പൊ എനിക്കും എല്ലാ ഓഫ്ലൈൻ ക്ലാസ്സും ഓറിയന്റ് ചെയ്ത് വരാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ചോദിച്ചു, എക്സാം ഇപ്പൊ മാഡം ഇപ്പൊ ഒരു എക്സാം നടത്തി എന്ന് പറഞ്ഞില്ലേ, മോക്ക് ടെസ്റ്റ് പറയാം. മോക്ക് ടെസ്റ്റ് അല്ല, മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഓരോ യൂണിറ്റ് കഴിയുമ്പോഴുള്ള ടെസ്റ്റ് ആണ് മോക്ക് ടെസ്റ്റ്. നമുക്ക് ഓരോ മോഡ്യൂൾ കഴിയുമ്പോൾ
ടേം എക്സാം പോലെ നടത്തും. 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും. MCQ തന്നെയാണ്. പക്ഷെ അത് കഴിഞ്ഞിരിക്കുന്നത് ആകെ 2 ബാച്ചിന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഫസ്റ്റ് ഞാൻ ഓഗസ്റ്റ് ബാച്ച് ആയിരുന്നു. കഴിഞ്ഞിട്ടുള്ളൂ. ഓക്കെ, നമ്മുടെ മെയിൻ എക്സാമും ഇതേപോലെ തന്നെ ആയിരിക്കോ? ഈ ടൈപ്പ് ഇതേപോലെ തന്നെയാണോ ക്വസ്റ്റ്യൻസ്? അത് ഞങ്ങളുടെ ഡിസ്കഷനിലാണ്, അത് പറയാം. മാം, ജൂലൈ 25th ബാച്ചിന്റെ എക്സാം ആയോ മാം? കംപ്ലീറ്റ് ആയില്ലല്ലോ നമ്മുടെ ജൂലൈ 25th ബാച്ച്. കംപ്ലീറ്റ് ആയിട്ട് എക്സാം ഉള്ളൂ, ഏത് ബാച്ച് ആണെങ്കിലും. അതായത് ഫസ്റ്റ് അത് വരും. യെസ്, MCQ ടൈപ്പ് അല്ലേ ക്വസ്റ്റ്യൻസ് ഒക്കെ? അതെ അതെ, ഇതുവരെ നടത്തിയ എക്സാംസ് എല്ലാം MCQ ടൈപ്പ് ആണ്. മാം, സാർ ഒരിക്കൽ പറഞ്ഞായിരുന്നു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ടെന്ന്. പക്ഷെ ഞാനത് നോക്കിയിട്ട് ഇതിൽ കിട്ടിയില്ല. അപ്പൊ അത് എങ്ങനെയാണ് നമുക്ക് അവൈലബിൾ ആവുന്നതെന്നൊന്ന് പറയുമായിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു. സാർ പറഞ്ഞു അത് പഠിച്ചാൽ മതി, മറ്റേ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്കൊന്ന് പറഞ്ഞിരുന്നു. അതിന്റെ മാം, ഒരു സിംഗിൾ ഡൗട്ടും കൂടെ ചോദിച്ചോട്ടെ. ഈ ടേം എക്സാം നമ്മൾക്ക് ഇൻ കേസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നമ്മൾ ഫെയിൽ ആയി, അപ്പൊ അത് നമ്മളെ മൊത്തം ഇതിനെ ബാധിക്കുമോ? നമ്മൾ എരിയേഴ്സ് വരുമോ, വീണ്ടും എഴുതിയെടുക്കണോ, അങ്ങനെ ഉണ്ടോ? ഞാൻ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്, ഞാനത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറയും, ഈ ടേം എക്സാം എഴുതാത്തവരെ വൈവ സെഷൻ ഉണ്ടാവും. വൈവയിൽ അവർക്ക് അതിന് ആ ഒരു മോഡ്യൂൾ റിലേറ്റഡ് എന്തെങ്കിലും ഒരു ചെറിയ ക്വസ്റ്റ്യൻസോ ആക്ടിവിറ്റിയോ എന്തെങ്കിലും ഒരു പ്രസന്റേഷൻ അവരോട് മാത്രമായിട്ട് ചെയ്യും. അപ്പൊ ആ ഒരു എക്സാമിന്റെ മാർക്ക് വൈവയിൽ അതിനനുസരിച്ച് ശരിയാക്കും. അന്ന് കോമ്പൻസേറ്റ് ചെയ്യും, ഒരു കോമ്പൻസേഷൻ അവിടെ നടക്കും. മനസ്സിലായോ? അല്ല, അതിനപ്പോ ഈ ടേം എക്സാമിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, അതിന് മാർക്കിനും അല്ലെ? നിങ്ങളുടെ പെർഫോമൻസ്, നമുക്ക് എന്തിനും ഒരു ക്രൈറ്റീരിയ ഉണ്ടാവുമല്ലോ. വാട്ട് എവർ ഇറ്റ് ബി, ഒരു ക്രൈറ്റീരിയ ഉണ്ടാവും. ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോഴൊക്കെ മാർക്ക് പലപ്പോഴും ക്രൈറ്റീരിയ നോക്കും. അപ്പൊ അതുപോലെ ഇപ്പൊ നിങ്ങൾ ടേം എക്സാം അറ്റൻഡ് ചെയ്തില്ല, സോ അത് ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യണം. സോ വൈവയിലെ പെർഫോമൻസ് നോക്കും. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഇപ്പൊ നമ്മള് ഈ എക്സാം അറ്റൻഡ് ചെയ്ത് ഹലോ മാം, ഇപ്പൊ എക്സാം അറ്റൻഡ് ചെയ്തു, നമുക്ക് മാർക്ക് പാസ്സായി, കുറവാന്ന് കരുത്. അങ്ങനെയുള്ളവർക്ക് ഈ വൈവയില് ആ ഒരു ഇത് നടത്തുമ്പോൾ അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും, മാർക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്? ആ രീതിയിൽ അപ്പൊ അവിടെ നിങ്ങൾ കൂടുതൽ എഫേർട്ട് എടുക്കണം വരും എന്ന് കരുതിയിട്ട് ഇത് ഞാൻ അങ്ങ് ഡൗൺ ആക്കാം അങ്ങനെ ചിന്തിക്കരുത്. എല്ലായിടത്തും ജസ്റ്റ് മേക്ക് യുവർ മാക്സിമം ഓഫ് എഫേർട്സ്. ഓക്കെ മാം. ഓക്കെ, സോ ബാക്ക് ടു ക്ലാസ്. പാസ് മാർക്ക് എത്രയായി? ഈ ചോദ്യം എനിക്ക് ഇഷ്ടമല്ല. മാം, ഞാൻ MP ഒക്ടോബർ ഫസ്റ്റ് ബാച്ച് ആണ്, ഇന്ന് ഫസ്റ്റ് ആയിട്ട് കേറാണ് PG ക്ലാസ്സിന്. ഈ എക്സാംസിന്റെ കാര്യങ്ങൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷനും ടെൻഷനും ആവുന്നുണ്ട്. നമ്മളുടെ ക്ലാസ് നമ്മളുടെ മാത്രമായിട്ടുള്ള ക്ലാസ് ഇല്ലേ, ഡിപ്ലോമ കോമൺ ആയിട്ടുള്ള ക്ലാസ്, ആ ക്ലാസ്സിൽ ഞാൻ അത് പറഞ്ഞുതരാം. ഞാൻ എടുക്കുന്നുണ്ടോ? ഏത് ബാച്ചാ? ഞങ്ങൾക്ക് മാം എടുക്കുന്നില്ല. അപർണ മിസ് ഉണ്ടോ? അതെ, അപർണ മിസ് ഉണ്ട്. ഞാൻ മാമിനോട് പറയാം അതൊന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട്. ഓക്കെ, ഞങ്ങൾക്ക് ഇത് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആവുന്നുണ്ട്. അവിയൽ പരിവായിട്ടിരിക്കുക. അപ്പൊ ഫസ്റ്റ് ടൈം കേറുമ്പോഴേ എക്സാംസ് അങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. സോറി പറയുന്നു. ഞാൻ എത്രയും പറഞ്ഞോണ്ട് ഞാൻ ഒറ്റ ഇതിൽ ഞാൻ പറയാം. നിങ്ങൾക്ക് ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും MCQ തരും, ദാറ്റ് ഇസ് മോക്ക് ടെസ്റ്റ്. അത് എത്രത്തോളം നമ്മൾക്കത്, അതായത് നമ്മളൊരു കാര്യം പഠിച്ചു കഴിയുമ്പോൾ നമുക്കും തോന്നില്ല ഇത് എവിടെയെങ്കിലും ഞാനൊന്ന് അപ്ലൈ ചെയ്യണം, എന്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നൊന്ന് അറിയണം എന്ന് നമുക്ക് ഉള്ളിൽ തോന്നും. സോ അതിന് വേണ്ടിയിട്ടാണ് മോക്ക് ടെസ്റ്റ്. ഓക്കെ, ദാറ്റ്സ് വെരി ഫൈൻ. അത് എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് പറയട്ടെ. മോഡ്യൂൾ 1 കഴിയുമ്പോൾ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ടേം എക്സാം നടക്കും. നമ്മുടെ കുട്ടികൾക്ക് ഓണം എക്സാം, ക്രിസ്മസ് എക്സാം എന്നൊക്കെ പറഞ്ഞ് നടത്താറില്ലേ, അല്ലെങ്കിൽ ഫസ്റ്റ് ടേം, മിഡ് ടേം എന്നൊക്കെ പറഞ്ഞിട്ട് പല പല ബോർഡുകൾ പല രീതിയിലായിരിക്കും. സ്റ്റേറ്റ് ബോർഡ് ഒരു രീതിയിൽ, CBSE ബോർഡ് ഒരു രീതിയിൽ. നമുക്ക് ഓരോ മോഡ്യൂൾ കഴിയുമ്പോഴാണ് എക്സാം വരുന്നത്, ടേം എക്സാം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. മോക്ക് ടെസ്റ്റ് പോലെയല്ല, അത്രേ ഉള്ളൂ. പക്ഷെ ടേം എക്സാം നിങ്ങളൊരു PSC എക്സാമിന് പോകുമ്പോൾ നമ്മൾ അത്ര സീരിയസ്നെസ് കാണിക്കില്ല. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ്. കാരണം ആ ഒരു മോഡ്യൂൾ കഴിഞ്ഞപ്പോൾ ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എന്ന നിലയിൽ ഞാൻ എന്തായി, എവിടം വരെ എത്തി എന്ന് അറിയാനുള്ള ഒരു മെഷർമെന്റ് ആണ് എക്സാമിന് എസ്സേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവോ? അപ്പൊ അത് ഓൺലൈൻ ആയിട്ട് എങ്ങനെ എഴുതാ?
ഇതുവരെയും MCQ ഉള്ളൂ. നമ്മളുടെ എക്സാംസ് എല്ലാം MCQ ആയിരിക്കും. കാരണം ഓൺലൈൻ ഈ ഓപ്ഷൻ ഇട്ടാണോ? അതെ അതെ നമ്മളെ നേരത്തെ അറിയിക്കുമല്ലോ എക്സാം ഇങ്ങനെ ഇന്ന ഡേറ്റ് നടത്തുമെന്നൊക്കെ. അറിയിക്കും. ടേം എക്സാമിന് നിങ്ങൾക്ക് സ്റ്റഡി ലീവ് ഉണ്ട്. അതൊന്നും ഓർത്ത് പേടിക്കണ്ട, ടെൻഷൻ ആവണ്ട. ലൈവ് ആയിട്ടായിരിക്കും ഈ എക്സാം ഉണ്ടാവുക? അതെ അതെ, ലൈവ് ആയിരിക്കും. ഇന്നലെ ഇവരുടെ എത്ര മാർക്കിലായിരിക്കും ടേം എക്സാം ഉണ്ടായിരിക്കുക? 100. ഇന്നലെ ഇവരുടെ ബാച്ചിന്റെ ടൈം എക്സാം കഴിഞ്ഞെന്നാണോ പറഞ്ഞേ? ഇന്നലെ ഒരു ബാച്ചിന്റെ കഴിഞ്ഞു, ബാച്ചിന്റെ. സോ ഏത് ബാച്ചിന്റെ മാഡം കഴിഞ്ഞത്? പറഞ്ഞു തരാം. ഞങ്ങൾ ആദ്യമായിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ ഈ ടേം എക്സാമിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ആകെ ടെൻഷനിലാവും മാം. നമുക്കൊരു മോഡ്യൂൾ കഴിയുമ്പോൾ വരുന്ന എക്സാം ആണ് ടേം എക്സാം. അത് 100 മാർക്സിലാണ്. അപ്പോ നിങ്ങൾ ഓൾറെഡി ഓരോ യൂണിറ്റ് കഴിയുമ്പോൾ മോക്ക് ടെസ്റ്റുകൾ എഴുതുന്നുണ്ട് അല്ലേ? അതുണ്ട്. ടേം എക്സാം എന്ന് പറയുമ്പോൾ ഒരു ഫുൾ മോഡ്യൂളിന്റെ ആണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ ഈ എക്സാമിന്റെ കാര്യം ഇത്രയും പറഞ്ഞല്ലോ, അപ്പൊ ഇതിന് നമുക്ക് ടൈം വെച്ചിട്ടുണ്ടോ? ഇത്ര സമയത്തിനുള്ളിൽ ഈ എക്സാം എഴുതി തീർക്കണം, ഇല്ലെങ്കിൽ ടൈം ഔട്ട് ആയി പോവുക, അങ്ങനെ വല്ലതും ഉണ്ടോ? 1 hour 15 minutes. അത് കഴിഞ്ഞാൽ ടൈം ഔട്ട് ആയി പോവും. അത് കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്യാറുണ്ട് പലരും, പക്ഷെ അവരെ കൺസിഡർ ചെയ്യാറില്ല. അത് റിസൾട്ട് പബ്ലിഷ് ചെയ്തപ്പോൾ സാറ് പറഞ്ഞിരുന്നു ടൈം കഴിഞ്ഞിട്ട് റിസൾട്ട് ഇട്ടിട്ടില്ല. അത് സബ്മിറ്റ് അത് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ഞാൻ നോക്കട്ടെ. എനിവേ ഈ കൺസേൺസ് എല്ലാം ഞാൻ നമ്മുടെ സാറിനെയും മാമിനെയും ഒക്കെ അറിയിക്കാം. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ജസ്റ്റ് ഒരു ഇൻട്രോ എങ്കിലും ഇന്ന് നമ്മൾ ചെയ്തില്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു വിഷമം വരില്ലേ ഫസ്റ്റ് ഡേ. സോ ഞാൻ കൂടുതൽ ഇതിനകത്ത് കാര്യങ്ങളായിട്ട് ഇങ്ങനെ PDF വായിച്ചു പോകുന്നില്ല. ജസ്റ്റ് നിങ്ങളെ കൊണ്ട് തന്നെ പറയുകയാണ്. നമുക്ക് മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ആണ് വേണ്ടത്. അത് എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിലാണ്. എഡ്യൂക്കേഷൻ നമ്മളിപ്പോ ചെയ്യുന്നത് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ. സോ ഇതില് നിങ്ങൾക്ക് മാനേജ്മെന്റ് ഇപ്പൊ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ അല്ലാതെ തന്നെ മാനേജ്മെന്റ് നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ട് അല്ലെ, ടൂറിസത്തിൽ കണ്ടിട്ടുണ്ട്. ഒരു ചെറിയൊരു ഫേം ആണെങ്കിലും അവിടെ ഒരു മാനേജർ ഉണ്ടാവും, ഒരു അസിസ്റ്റന്റ് ഉണ്ടാവും അല്ലെ. അത് എഡ്യൂക്കേഷൻ സെറ്റിംഗിന് മാത്രമല്ല, പലയിടത്തും നമുക്ക് മാനേജ്മെന്റ് കാണാം. സോ അവയായിരുന്നു ഞാൻ ആരോ ഡൗട്ട് ചോദിക്കും. ഓക്കെ, ഇപ്പൊ മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ സെറ്റിംഗ് എന്നുള്ളതങ്ങ് മാറ്റി വെച്ചിട്ട് ജനറലി മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം നിങ്ങൾക്കറിയാം? വാട്ട് യു നോ അബൌട്ട് മാനേജ്മെന്റ്? ഒരു സെക്കൻഡ്, ഒരാൾ പറയും, ബാക്കിയുള്ളവരൊന്നും. ഒരു സ്ഥാപനത്തിൽ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കാൻ ഒരു കപ്പാസിറ്റി. Coordinates the efforts of people to achieve goals and using available resources effectively. അതായത് സമർത്ഥവും ഫലപ്രദവുമായ രീതിയിൽ ഒരു സിസ്റ്റത്തിൽ ലഭ്യമായ വിവരണങ്ങളും അതിനകത്ത് സംഭരിച്ചിട്ടുള്ള സംഭരണങ്ങളും എല്ലാം ഒരു മെമ്മറിയിൽ ഉപയോഗിച്ച് അത് ഒരു ലക്ഷ്യസ്ഥാനവും ഒരു ഉദ്ദേശത്തോടു കൂടി അത് ഒത്തിണക്കിക്കൊണ്ട് ജനങ്ങൾ പരിശ്രമിക്കുന്ന ഒരു പരിശ്രമത്തെയാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫൈൻ. കമ്പനീസും ഓർഗനൈസേഷനും അവർക്കൊരു മാനേജ്മെന്റ് ഉണ്ടാവും അല്ലെ. ഏതൊരു കമ്പനി നോക്കിയാലും ഒരു ഓർഗനൈസേഷൻ നോക്കിയാലും, ഹോസ്പിറ്റൽ ഓർഗനൈസേഷനിൽ ഇപ്പൊ ഹോസ്പിറ്റലൊക്കെ വരുന്നു വിചാരിക്കാം, എന്ത് നോക്കിയാലും അവിടെ ഒരു മാനേജ്മെന്റ് ഉണ്ട്. അത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ആണെങ്കിലും ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രി ആണെങ്കിലും അതിന്റെ ഒരു മിഡിൽ ലെവലിലുള്ളതാണെങ്കിലും എല്ലായിടത്തും മാനേജ്മെന്റ് ഉണ്ട്. സോ ഈ മാനേജ്മെന്റ് എന്താ ചെയ്യുന്നത്? ആ മാനേജ്മെന്റിന്റെ എയിം എന്താ? എപ്പോഴും എന്തായിരിക്കും അവർ എയിം ചെയ്യുന്നത്? അവരുടെ ഗോൾ എന്തായിരിക്കും? സൗണ്ട് ആയിട്ടുള്ള ഒരു വർക്കിംഗ് ആണ്, കോർഡിനേഷനോട് കൂടിയ വർക്കിംഗ് ആണ് എല്ലാത്തിന്റെ. അതെ, അവരെന്തായാലും പ്രോഫിറ്റ് അല്ലെ, പ്രൊഡക്റ്റീവ് ആകാനായിട്ട് നോക്കും, കൂടുതൽ റിസോഴ്സ്ഫുൾ ആവാനായിട്ട് നോക്കും അല്ലെ. ലെസ് ആയിട്ട് കോസ്റ്റില് നല്ല രീതിക്ക് പ്രൊഡക്റ്റീവ് ആയിട്ട് അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യണം. ഇനി നമ്മളെല്ലാവരും മാനേജർ ആവാനായിട്ട് നോക്കുക. സോ ഒരു മാനേജറുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയായിരിക്കും? മാനേജറിന്റെ താഴെയുള്ള
ചെറിയ സ്റ്റാഫുകളെയൊക്കെ മാനേജ് ചെയ്ത് അവർ ചെയ്യുന്ന വർക്കുകളൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കി, പിന്നെ ഇതിലെല്ലായിട്ടും ഹോളായിട്ട് വരുന്ന കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് ഒരു സ്ഥാപനത്തെ സൗണ്ട് ആയിട്ട് കൊണ്ടുപോവാം. അദ്ദേഹത്തിന് നല്ലൊരു റോളായിരിക്കും. ഇപ്പൊ നമ്മൾ മാനേജർ ആണെങ്കിൽ നമ്മുടെ റോള് കൂടുതലാണ്. നമ്മളുടെ പങ്ക്ച്വാലിറ്റി, പെർഫെക്ഷൻ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നിയന്ത്രണ രൂപീകരണം വേണം, കൺട്രോളിങ് ആൻഡ് ഓർഗനൈസേഷൻ. അതുപോലെ തന്നെ സ്റ്റാഫിനെ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ അതുപോലെ ഇനിഷ്യേറ്റീവായിട്ട് ഓരോ കാര്യങ്ങൾ കറക്റ്റായിട്ട് കൊണ്ടുപോവുക. പിന്നെ ഓരോന്ന് ഡയറക്റ്റ് ചെയ്യുക എങ്ങനെ വേണമെന്നുള്ള കാര്യങ്ങള്, ഇങ്ങനെയൊക്കെയുള്ള പിന്നെ പ്ലാൻ ചെയ്യുക, ഓരോ പ്ലാനിങ് ഇല്ലേ, പ്ലാൻ ചെയ്യുക. ഓർഗനൈസിങ് ചെയ്യുന്നു അല്ലെ, അത് ഓപ്പറേറ്റ് ചെയ്യുന്നു, അങ്ങനെ കുറെ കാര്യങ്ങൾ മാനേജ്മെന്റിന് വരും. ഓക്കെ, വളരെ മോസ്റ്റ് എഫക്റ്റീവ് എഫിഷ്യന്റ് മാനറിലായിരിക്കും ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ ഒരു മോസ്റ്റ് എഫക്റ്റീവ് എഫിഷ്യന്റ് പ്രൊഡക്റ്റീവ് അങ്ങനെ എല്ലാം വരണമെങ്കിൽ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് എന്ത് കൊടുക്കണം? പ്രോഫിറ്റ്, അതായത് അവര് വരുമാനത്തിൽ ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായിരിക്കണം, പുതിയ പുതിയ അലവൻസസ് പ്രൊവൈഡ് ചെയ്യണം, അവര് വീണ്ടും എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടി അവർക്ക് ബോണസസ് ട്രെയിനിങ് കൊടുക്കണം, കൊടുക്കണം, പ്രൊമോഷൻസ് കൊടുക്കണം, ട്രെയിനിങ് കൊടുക്കണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് അല്ലെ. അപ്ഡേറ്റഡ് ആവണമെങ്കിൽ നമുക്ക് ട്രെയിനിങ് കിട്ടണം. ട്രെയിനിങ് കിട്ടണം. പിന്നെ അതുമല്ല, കമ്പനിക്ക് പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ അതിന്റെ എത്ര പെർസെന്റേജ് അതിലെ എല്ലാ സ്റ്റാഫിനും അവര് അതിന് ഡിസേർവ് ചെയ്യുന്നവരാണ്. അല്ലാതെ കമ്പനി മാത്രം പ്രോഫിറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നു, വർക്കേഴ്സ് അപ്പോഴും താഴ്ന്ന വേജസിലാണെങ്കിൽ അത് ദാറ്റ്സ് വെരി എന്താ പറയാ, ദാറ്റ്സ് നോട്ട് ഡൺ അല്ലെ, അങ്ങനെ ചെയ്യാൻ പാടില്ല. സോ അവർക്ക് ഇൻസെന്റീവ്സ്, ബോണസ്, അങ്ങനെ കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ആ ഒരു മാനേജ്മെന്റ് ലെവലില് എങ്ങനെയാണോ പ്രോഫിറ്റ് വരുന്നത് അതിനനുസരിച്ച് എല്ലാ സ്റ്റാഫിനെയും ട്രീറ്റ് ചെയ്യുകയും വേണം. സംടൈംസ് ഇപ്പോ ക്രിസ്മസ് വരുമ്പോ, ഓണം വരുമ്പോ, അങ്ങനെ നമ്മുടെ ഓരോ ഫെസ്റ്റിവൽ വരുമ്പോ ഇപ്പൊ എല്ലാ ഓഫീസുകളിലും അതെല്ലാം ആഘോഷങ്ങളായിട്ട് നടത്താറുണ്ട് അല്ലെ. സ്റ്റാഫിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് അതെല്ലാം നല്ല ആഘോഷങ്ങളായിട്ട് നടത്താറുണ്ട്. ഓക്കെ, പിന്നെ ശരിക്കും നമ്മളൊരു ഒരു സ്ഥലത്ത് നമ്മൾ വർക്ക് ചെയ്യുവാണ്, അതിപ്പോ മാനേജർ ആയിട്ടാണോ, മാനേജറുടെ താഴെയുള്ള അസിസ്റ്റന്റ് മാനേജർ ആണോ, അസോസിയേറ്റീവ്സ് ആണോ ആണെങ്കിലും നമ്മൾക്ക് അവിടെ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ അറ്റ്മോസ്ഫിയർ എങ്ങനെയായിരിക്കണം? പ്ലസന്റ് ആയിരിക്കണം. പ്ലസന്റ് ആയിരിക്കണം. ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ നല്ലതായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ വർക്കിംഗ് ടൈം വളരെ മണിക്കൂറുകളോളം പണിയെടുപ്പിച്ച് അങ്ങനെ ഒരു ലെഷർ ടൈം അവർക്ക് പ്രൊവൈഡ് ചെയ്യണം, റിക്രിയേഷൻ വേണം അല്ലെ. അവർക്കൊരു ചില ഓഫീസുകളിൽ കാണാറില്ലേ, സ്റ്റാഫ് എല്ലാരും കൂടെ ടൂർ പോകുന്നു, അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഫാമിലി ആയിട്ടുള്ള ഗെറ്റ് ടുഗദേഴ്സ്, അങ്ങനെ പല കാര്യങ്ങളും പലതും. സെലിബ്രേഷൻസ് വരുമ്പോൾ വിത്ത് ഫാമിലി വരുന്നു, ഓണം സെലിബ്രേഷൻ, ന്യൂ ഇയർ സെലിബ്രേഷൻ, അങ്ങനെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ വിത്ത് ഫാമിലി വരുന്നു. പിന്നെ ചില കമ്പനികളിൽ കാണാറുണ്ട് ഇഫ്താർ വിരുന്നൊരുക്കുന്നത്. അങ്ങനെ എന്തെല്ലാമാണോ നമ്മള് ആഘോഷങ്ങൾ ആക്കിയെടുക്കുന്നത് അതെല്ലാം നല്ല രീതിയിൽ തന്നെ ചില കമ്പനികൾ ചെയ്യുന്നതായിട്ട് കാണാം. ഓക്കെ, അപ്പൊ എഫിഷ്യൻസി, മോസ്റ്റ് എഫക്റ്റീവ് എഫിഷ്യന്റ് മാനറിലാണ് ഇത് ചെയ്യുന്നത്. പിന്നെ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ നമ്മുടെ PDF കാര്യമല്ല കേട്ടോ പറയുന്നത്, അതുകൊണ്ടാണ് സ്ക്രോൾ ചെയ്യാത്തത്. ജനറലി മാനേജ്മെന്റ് എന്താണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്. മാനേജ്മെന്റ് പലപ്പോഴും മൾട്ടി ഡയമെൻഷനലാണ്. പല വിങ്സ്, അതായത് കുറെ ചിറകുകൾ അതിനുള്ള രീതിയിലായിരിക്കും മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഡിപ്പെൻഡ്സ് ഓൺ ദ കമ്പനി, ഡിപ്പെൻഡ്സ് ഓൺ ദ ഓർഗനൈസേഷൻ. നമ്മൾ സ്കൂളിലേക്ക് ലാസ്റ്റ് വരാമെന്ന് വിചാരിച്ചിട്ടാണ് ജനറൽ മാനേജ്മെന്റ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. സ്റ്റാഫ് മെമ്പർ, എത്ര സ്റ്റാഫ് ഉണ്ടെന്ന് നോക്കണം. ഓരോ ഇൻഡിവിജ്വലിന്റെ നീഡ്സ് മനസ്സിലാക്കണം. അതിൽ ലേഡി സ്റ്റാഫ് ഉണ്ടാകും, അങ്ങനെ ജെൻസ് ഉണ്ടാകും. അപ്പൊ ഏത് കാറ്റഗറിയിലുള്ളവരാണെങ്കിലും അവർക്ക് വേണ്ടുന്ന എല്ലാ നീഡ്സും സൗകര്യങ്ങളും, ലൈക്ക് അവരിപ്പോ എന്താ പറയാ, സുഖമില്ലാതെ സിക്കായിട്ട് ആരെങ്കിലും വരുവാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഇപ്പം ഒരാൾ വീണു, ആളുടെ കൈ ഒടിഞ്ഞിട്ടുണ്ട്, സോ അയാളുടെ ആ സമയത്ത് അയാളുടെ സപ്പോർട്ട് അയാൾ നോർമലി ഇരുന്ന സമയത്തുള്ള സപ്പോർട്ട് ആയിരിക്കില്ല. അപ്പൊ അതിനനുസരിച്ച് അയാളെ കെയർ ചെയ്യുക. അല്ലെങ്കിൽ ലൈക്ക് ഒരു പ്രഗ്നന്റ് ആയിട്ടൊരു സ്റ്റാഫ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടുന്ന രീതി, അങ്ങനെ എന്താണോ നീഡ്സ് വരുന്നത് സ്റ്റാഫിന് അതെല്ലാം ശ്രദ്ധിക്കണം മാനേജ്മെന്റ്. ആ മാനേജ്മെന്റ് ശ്രദ്ധിക്കേണ്ടതാണ്.
അത് ലാർജർ ഗ്രൂപ്പ് ആണെങ്കിലും ശരി, ചെറിയൊരു സ്മോൾ ഗ്രൂപ്പ് ആണെങ്കിലും ശരി, നമ്പർ എത്രയാണോ അതിനനുസരിച്ച് അത് നല്ല രീതിയിൽ കെയർ ചെയ്യണം. ലൈക്ക് അവരുടെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ. അപ്പൊ ഇങ്ങനെ എഫക്റ്റീവ് ആയിട്ട് ഇത് പോകണമെങ്കിൽ ഈ മാനേജർ അല്ലെങ്കിൽ മാനേജ്മെന്റ് ടീം ആണെങ്കിൽ അവര് എപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്യണം അവരുടെ ടീം മെമ്പേഴ്സിനെ. എല്ലാം അവരുടെ ടീം മെമ്പറാണ്. അല്ലാണ്ട് പണ്ടത്തെ കാലഘട്ടങ്ങളിലായിരുന്നു താഴെയുള്ളവര് അങ്ങനെ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പൊ എല്ലാം ടീം മെമ്പേഴ്സ് എന്നുള്ള രീതിയിലാണ്. പക്ഷെ ആ ഒരു ടീം വർക്കാണ് അവിടെ നടക്കുന്നത്. സോ ഓൾ ആർ ഇൻ വൺ ടീം, മൾട്ടി ഡയമെൻഷണൽ യുണീക്ക് ആയിട്ടുള്ള സ്ട്രെങ്ത്. ശരിക്കും ഈ ഓർഗനൈസേഷനിലെ, അതായത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താണോ അതിന്റെ ഗോൾ അച്ചീവ് ചെയ്യാന്നുള്ളതാണ് എല്ലാ സ്റ്റാഫിന്റെയും. അവിടെ ക്ലീൻ ചെയ്യാൻ വരുന്ന സ്റ്റാഫിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ, അവിടുത്തെ പ്രെമിസസ് മുഴുവൻ ക്ലീൻ ആയിട്ട് നീറ്റ് ആക്കി വെക്കുന്നത്. സോ അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് അവിടെയുണ്ട്. അങ്ങനെ ഓരോരോ സെഷൻ നോക്കുമ്പോൾ ഓരോരുത്തർക്കും ഇമ്പോർട്ടന്റ് തന്നെയാണ്. അപ്പൊ അവരുടെ നീഡ്സും എല്ലാം മനസ്സിലാക്കി ഇത് ചെയ്തു കൊടുക്കണം. പിന്നെ ഇറ്റ് ഇസ് ലൈക്ക് ആക്റ്റീവ് ആണ്, ഡൈനാമിക്. ഒരു ഡൈനാമിക് ഫംഗ്ഷൻ ആണ് മാനേജ്മെന്റിൽ നടക്കുന്നത്. എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും എല്ലാ കാര്യങ്ങളും. ഒരു ചില ഓഫീസിലൊക്കെ കയറി ചെല്ലുമ്പോൾ നമുക്ക് അവിടുത്തെ ഒരു പോസിറ്റീവ് എനർജി, അവിടുത്തെ ഒരു വൈബ്, അവിടുത്തെ സ്റ്റാഫിന്റെ ഒരു രീതി അതെല്ലാം മനസ്സിലാക്കാനായിട്ട് പറ്റും. ഞാൻ ഇന്ന് ആക്ച്വലി ഒരു കേക്ക് ഹട്ട് എന്നുള്ള കേക്കില് മോളുടെ ബർത്ത്ഡേ, അപ്പൊ അവൾക്ക് കേക്ക് ഇന്നലെ ഹസ്ബൻഡ് പോയി ഓർഡർ ചെയ്തു. ഞാനത് വാങ്ങിക്കാനായിട്ട് ചെല്ലും. അപ്പൊ ഇന്നലെ തന്നെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, എന്താ അവിടുത്തെ സ്റ്റാഫിന്റെ രീതി ഒന്നും മനസ്സിലാവുന്നില്ല. അയാൾ ക്യാഷ് വാങ്ങുന്നില്ല, അഡ്രസ്സ് ചോദിക്കോ ഫോൺ നമ്പർ ചോദിക്കോ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ എന്നും പറഞ്ഞ ഹസ്ബൻഡ് ഇങ്ങ് പോന്നു എന്ന് പറഞ്ഞു, പേയ്മെന്റ് കൊടുത്തിട്ട് ഇങ്ങ് പോന്നു എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞു വൈഫായിരിക്കും വരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അങ്ങനെ അവിടെ ചെന്നിട്ട് ഞാനൊരു 5:30 കഴിയുമ്പോഴാണ് ചെല്ലുന്നത്. ചെന്ന് കേക്ക് ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും അവർ രക്ഷപ്പെട്ടു എന്ന് അവരെന്നോട് ആദ്യം പറഞ്ഞത്. ഞങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു, കാരണം ഞങ്ങൾ സാറിന്റെ നമ്പർ ചോദിച്ചില്ല, കേക്ക് ഓർഡർ ചെയ്തു, പേയ്മെന്റും തന്നല്ലോ, ഞങ്ങൾക്ക് കസ്റ്റമർക്ക് കേക്ക് എങ്ങനെ എത്തിക്കും, ആരും കോണ്ടാക്ട് ചെയ്യണില്ല, നമ്മൾ അവരെ വിളിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്ത് ചെയ്യുമ്പോ ഡെലിവറിക്ക് സ്ഥിരം പോകുന്ന ഒരു പയ്യനാണ് അന്ന് ഓർഡർ എടുത്തത്. അപ്പൊ അവന്റെ ജോബ് എന്ന് പറഞ്ഞാൽ അവൻ ഓൾറെഡി ഡെലിവറി ചെയ്യുന്നു, അവന്റെ പെർഫെക്റ്റ് രീതിയിൽ ഡെലിവറി ചെയ്യുന്നു. ഓർഡർ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് അവന് പെട്ടെന്ന് വന്നില്ല. അവൻ ആദ്യമായിട്ട് എടുത്ത ഓർഡർ ആണ്. മറ്റേത് അവിടെ ഓർഡർ എടുക്കാനൊക്കെ ആൾക്കാരുണ്ട്, അന്ന് തിരക്കായത് കാരണം ഡെലിവറിക്ക് പോകുന്ന പയ്യനായിരുന്നു നമ്മളുടെ ഓർഡർ എടുത്തത്. സോ അവരങ്ങ് ടെൻഷനായി പോയി. ആൾക്ക് കാശ് വാങ്ങുകയും ചെയ്തു. ഞങ്ങൾക്ക് കേക്ക് ആർക്ക് എത്തിക്കുന്നവർക്ക് അറിയാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പൊ അവിടെ നമ്മളതൊന്നും കുഴപ്പമില്ല. അങ്ങനെ നമ്മൾക്ക് ഇപ്പൊ അവിടുത്തെ സ്റ്റാഫിനെ ഇതാക്കണമെന്നൊന്നും ഇല്ലല്ലോ, നമ്മളൊന്നും കുഴപ്പമില്ല. ഹസ്ബൻഡ് കാര്യം എന്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു, അവർക്ക് എന്താ ബിസിനസ് ചെയ്യണ്ടേ, ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, കസ്റ്റമേഴ്സിന്റെ അടുത്ത് ഇങ്ങനെയാണോ എന്നൊക്കെ ഇങ്ങനെ എന്നോട് പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞില്ല. അങ്ങനെ എന്ന് ചെന്നപ്പോഴാണ് അറിയുന്നത് ഡെലിവറി ബോയ് ആണ് ഓർഡർ എടുത്തത്. അയാൾക്ക് അറിയില്ലായിരുന്നു അതിന്റെ രീതിയിൽ. അങ്ങനെ ഇപ്പൊ ഒരു മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ എല്ലാ സ്റ്റാഫിന്റെ കാര്യങ്ങളും മാനേജർ അറിഞ്ഞിരിക്കണം. ആ ഒരു മാനേജർക്ക് അറിയണം, ഒരു മോപ്പ് ചെയ്യണമെങ്കിൽ, ക്ലീൻ ചെയ്യണമെങ്കിൽ, തുടയ്ക്കണമെങ്കിൽ അവിടെ ഏത് ലോഷൻസ് യൂസ് ചെയ്യണം, ഏതായിരിക്കും അവിടെ നല്ലത്. ലോഷൻ തന്നെ ഭയങ്കര കെമിക്കൽസ് ഉള്ളതുണ്ട്. അപ്പൊ ആർക്കും ചിലർക്ക് അതിന് അലർജി ഉണ്ടാകും. കസ്റ്റമേഴ്സ് ആണെങ്കിലും വർക്കേഴ്സിനാണെങ്കിലും അലർജി വരും. അപ്പൊ അതെല്ലാം ശ്രദ്ധിച്ചായിരിക്കും ഇവർ ഓരോ പ്രോഡക്ട്സും അവിടെ എടുക്കുന്നത്. സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞത്. സോ ന്യൂ മാർക്കറ്റ് റിക്വയർമെന്റ്സ് അനുസരിച്ച് എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റഡും ആയിരിക്കണം. അപ്പൊ അവിടെ ഡൈനാമിക് ആയിരിക്കണം. ഓക്കെ. ഇനി ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് തൊട്ട് നോക്കാൻ പറ്റാത്ത ക്വാളിറ്റീസ് ഒക്കെ വരുന്നതിന് ഇൻടാഞ്ചിബിൾസ് എന്ന് പറയും. ഇതില് PDF മിസ് ഷെയർ ചെയ്തിട്ടുണ്ടോ? അതെ, സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ ഇതിന്റെ ഫസ്റ്റ് ഫേസ് പേജ് മാത്രമേ വെച്ചിട്ടുള്ളൂ. മോഡ്യൂൾ 4 എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. അടുത്ത പേജ് പഠിപ്പിച്ചു തുടങ്ങിയിട്ടില്ല. നമുക്ക് വേണ്ട മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിലാണ്, മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷനും. ഞാൻ ജനറൽ ആയിട്ട് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക എന്താണ് മാനേജ്മെന്റ് എന്നുള്ളത്. ഓക്കെ. നോ ഫിസിക്കൽ എങ്ങനെ ഇതിപ്പം ടെസ്റ്റിലുള്ളതല്ലല്ലോ മാം പറയുന്നത്. മൊഡ്യൂൾ ലാസ്റ്റ് ആണ് കേട്ടോ. മൊഡ്യൂൾ 4 മൊഡ്യൂൾ 4 7 യൂണിറ്റ് ഫസ്റ്റ് യൂണിറ്റ് ആണ്. ഫസ്റ്റ് യൂണിറ്റ് എടുക്കുന്നത് 7 യൂണിറ്റ്സ് അല്ലേ പറഞ്ഞത്? 7 യൂണിറ്റ് ആണ് മാം ഇതിൽ കാണിച്ചേക്കുന്നത്. 7 യൂണിറ്റ്സേ ഉള്ളൂ മൊഡ്യൂൾ 4. അതിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് മാം. മൊഡ്യൂൾ 5 4 യൂണിറ്റ്സും.
മാം ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ മാം? ചോദിക്കൂ. ചോദ്യം കേട്ടാ എനിക്ക് ചോദിക്കണ്ടെന്ന് പറയാൻ പറ്റില്ല. ചോദിക്കൂ പ്ലീസ്. മാം അതെ, ഞാൻ ഇന്നിപ്പോ ജോയിൻ ആയതാണല്ലോ, ഞാനും എന്റെ കൂടെ കുറെ പേരുണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് ഈ ഓൾറെഡി ഉണ്ടായിരുന്നവർക്ക് ക്ലാസ് കഴിഞ്ഞവരാണോ? എന്താണ് അത്? നമ്മളുടെ ഈ കോഴ്സ് ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ ഫെബ്രുവരി തുടങ്ങി പി ജി എടുത്തവര് മോഡ്യൂൾ 3 വരെ എല്ലാവർക്കും കോമൺ ആണല്ലോ. PG ഡിപ്ലോമ കോമൺ ആണ്. അപ്പൊ മോഡ്യൂൾ 4ഉം 5ഉം PGക്കുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് ബാച്ച് തുടങ്ങിയുള്ള എല്ലാരും ഉണ്ട് PGക്കുള്ള. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ അല്ലേ? ഫസ്റ്റ് ഫെബ്രുവരി തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് അവരുടെ പോയി കാണത്തില്ലേ? അവരുടെ മോഡ്യൂൾ 1 തീർന്നു. മോഡ്യൂൾ 1 തീർന്നു. 3 ആണ് ഫസ്റ്റ് ബാച്ചിന് മോഡ്യൂൾ 3 എടുത്തോണ്ടിരിക്കുന്നത്. സെക്കൻഡ് ബാച്ചിന് മോഡ്യൂൾ 1 കഴിഞ്ഞ് പരീക്ഷ ഇങ്ങനെ കഴിഞ്ഞതേ ഉള്ളൂ. ഓക്കെ, എക്സാമിന്റെ കാര്യം പറയുന്നില്ല, എല്ലാരും പേടിച്ചു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മളിപ്പോ പറഞ്ഞ മാനേജ്മെന്റിന്റെ കേട്ടോ. മൊഡ്യൂൾ 4ഉം 5ഉം കഴിഞ്ഞതിന് ശേഷം ഇൻടാഞ്ചിബിൾ. അതിന്റെ ഇടയിൽ കൂടെ ആരും എന്തോ പറയണ്ടത്. എന്താണ്? ഹലോ, മൊഡ്യൂൾ 4ഉം 5ഉം തുടങ്ങിയിട്ട് തന്നെയാണോ ഇന്റേൺഷിപ്പിന് പോകേണ്ടത്? ഇന്റേൺഷിപ്പ് നിങ്ങൾ ചെയ്യേണ്ടത് മോഡ്യൂൾ 1ലെ പാർട്ട് 3 ആകുമ്പോൾ ഇന്റേൺഷിപ്പ് ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. പാർട്ട് 3യോ? മൊഡ്യൂൾ 1ല അല്ലേ? മൊഡ്യൂൾ 1ലെ മോണ്ടിസോറി മെത്തേഡ് പ്യുവർ ആയിട്ട് വരുന്നത് പാർട്ട് 3 ആണ്. അത് പഠിക്കുന്നതിനൊപ്പം തന്നെ ഇന്റേൺഷിപ്പ് ചെയ്യുവാണെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിരിക്കും. അപ്പൊ അത് 5 മന്ത് മുതലാണല്ലോ ആദ്യം പറഞ്ഞത്. ഇപ്പോഴും നമ്മൾ ചെന്ന് അതിനുള്ളത് വാങ്ങിയാൽ പോകാൻ പറ്റുമല്ലേ? പറ്റും. കാരണം ആ ഒരു ടൈം ആവുമ്പോഴേക്കും നമ്മൾ ശരിക്കും മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ആയി കഴിയും. ഒരു പാർട്ട് 3 തുടങ്ങി കുറച്ചങ്ങ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും മോണ്ടിസോറി മെത്തേഡ് എന്താന്ന്. സോ ആ ടൈമില് നമ്മൾക്ക് കൂടുതൽ പ്രൊഡക്റ്റ് ചെയ്യാൻ പിന്നെ ഒരു പറ്റും. ഡൗട്ട് കൂടി ചോദിച്ചോട്ടെ, ഈ മൊഡ്യൂൾ 3ല് പ്രാക്ടിക്കൽ സെക്ഷൻ ഇല്ലേ? അതിനായിട്ട് നമ്മ എന്തൊക്കെയുണ്ടൊക്കെ അതെങ്ങനെയാണ് പ്രാക്ടിക്കൽ സെക്ഷൻ? മോഡ്യൂൾ 3 ആവുമ്പോഴേക്കും അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആരാണോ മോഡ്യൂൾ 3 എടുക്കുന്നത് അത് പറഞ്ഞു തരും കേട്ടോ. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? മാം കേൾക്കുന്നുണ്ടോ? മാം, നമുക്ക് ഈ ഫസ്റ്റ് മൊഡ്യൂള് സെക്കൻഡ് മൊഡ്യൂൾ എല്ലാം പാർട്ട് 1 പാർട്ട് 2 അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഈ ഇപ്പൊ പറഞ്ഞതില് മൊഡ്യൂൾ 4ല് ഇത്ര യൂണിറ്റ്സ് എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതില് അങ്ങനെയൊന്നുമില്ല? ഇല്ല, അതിൽ യൂണിറ്റ്സ് ആയിട്ടാണ് ആ മോഡ്യൂൾ 4ല്. യൂണിറ്റ്സ് ആയിട്ട് മാത്രമേ പാർട്ട്. ഓക്കെ, കാരണം നമുക്ക് അതിലാകെ 2 പാർട്ടാണ്, എഡ്യൂക്കേഷൻ മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷൻ. അതിനെ യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കും. ഓക്കെ മാം, താങ്ക് യു. സോ ഇത് ഞാൻ ഈ ഒരു കാര്യം ചോദിച്ചോളൂ. ഇത് ഓൾറെഡി മൊഡ്യൂൾ 1 ഫിനിഷ് ആയവരുണ്ടല്ലോ ഇതിലുള്ള, അവർ ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? യെസ്, കഴിഞ്ഞവരുണ്ട്. ഇന്റേൺഷിപ്പ് ഫിനിഷ് 3 months ആണല്ലോ അല്ലെ? അത് കഴിഞ്ഞവരും ഉണ്ട് അല്ലെ? മാം, ഒരു സംശയം ചോദിച്ചിട്ട്, ഈ ഇന്റേൺഷിപ്പ് നമ്മൾ തന്നെയാണോ കണ്ടുപിടിച്ച് ചെയ്യേണ്ടതോ എങ്ങനെയാത്? ഏത് ബാച്ചാ? ഞാൻ ഓഗസ്റ്റ് ബാച്ചാണ്. MT7 അങ്ങനെ നമ്പർ അറിയോ? MT6 ഞാൻ എടുക്കുന്നില്ല. ആ ക്ലാസ്സിൽ വരുമ്പോ ഞാനിത് പറഞ്ഞുതരാം. മതിയോ? കാരണം അതായിരിക്കും നല്ലത്. MT1 തുടങ്ങി MT7 വരെ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അവർക്ക് ഞാൻ പറഞ്ഞുതരാം. MT8 അപർണ മിസ് നിങ്ങൾക്ക് അത് ക്ലാരിഫൈ ചെയ്ത് തരും. ഓക്കെ, MT8 വരെയല്ലേ നമുക്ക്? അപ്പൊ ഞാന് 2 to 4 ക്ലാസ്സസ് ആണ് എടുക്കുന്നത്, ഇംഗ്ലീഷാണ് എടുക്കുന്നത്. അപ്പൊ ഞാൻ ഈ ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് ഞാനത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതോ ആ ഏത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്താൽ മതിയോ? അതിന്റെ കാര്യം അങ്ങനെ ചെയ്യുന്നവരോട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് നമുക്ക് അങ്ങനെ മതി, അത് കുഴപ്പമില്ല. ഇനി അഥവാ നിങ്ങൾക്ക് അല്ലാതെ ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം, നോ പ്രോബ്ലം. ബട്ട് ഇത് ഓക്കെയാണ്. അപ്പൊ ഞാനിപ്പോ ഇവിടെ പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെന്റ് ആയിരുന്നു. അതിൽ മൾട്ടി ഡയമെൻഷനൽ നമ്മൾ പറഞ്ഞു. ആ ഒരു ഏരിയയിൽ എത്ര വലിയ ഗ്രൂപ്പോ ചെറിയ ഗ്രൂപ്പോ ഒക്കെ ആണെങ്കിലും എല്ലാവരുടെയും ഡിസയേഴ്സ്, എല്ലാവരുടെയും നീഡ്സ് മനസ്സിലാക്കി വേണം മാനേജ്മെന്റ് മുന്നോട്ട് പോകാൻ. ദെൻ ഓൺലി ഇറ്റ് വിൽ ബി ലൈക്ക് മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഒരു ഗോളിലേക്ക് ചെല്ലാനായിട്ട് പറ്റും.
ദെൻ ഡൈനാമിക്, ആക്റ്റീവ് ആയിരിക്കണം. മാനേജ്മെന്റ് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കണം. പുതിയ പുതിയ മെത്തേഡ്സ് വരുമ്പോൾ അത് അപ്ഡേറ്റഡ് ആവണം, അഡാപ്റ്റ് ചെയ്യണം പുതിയ റിക്വയർമെന്റ്സ് കാര്യങ്ങളെല്ലാം. പിന്നെ ഇൻടാഞ്ചിബിൾ, നമുക്ക് പറഞ്ഞു ഫിസിക്കലി നമുക്ക് തൊട്ട് നോക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, അതായത് ഗുഡ് വിൽ, ട്രസ്റ്റ്, അങ്ങനെയൊക്കെ ആയിരിക്കും മാനേജ്മെന്റ്. ഓവറോൾ അതിന്റെ നമ്മൾ പറയുമ്പോൾ നല്ലൊരു ജെന്യുവിൻ ആയിട്ടുള്ള കമ്പനിയാണത്, അല്ലെങ്കിൽ ജെന്യുവിൻ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആണത്. അവിടുത്തെ ഗുഡ് വിൽ, വളരെ നല്ല ഗുഡ് വിൽ ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ. അവിടെ നിന്ന് ജോബ് ചെയ്ത് എക്സ്പീരിയൻസ് ആയ ഒരാള് വേറൊരു സ്ഥലത്തേക്ക് ഹയർ ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ ഓ ഇവിടെ നിന്ന് വന്നതാണോ, സോ അപ്പം അങ്ങനെ ഒരു പ്രിഫറൻസ് കിട്ടുമല്ലോ. ദാറ്റ് ഇസ് ഇൻടാഞ്ചിബിൾ. അതിന്റെ ഗുഡ് വിൽ, ട്രസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. പിന്നെ മാനേജ്മെന്റ് എന്താ പറയാ, ഒരു ഒബ്ജക്റ്റീവ്സ് ഒക്കെ പറയുവാണെങ്കിൽ, ഒരു ഓർഗനൈസേഷൻ അത് ചിലത് കാണാല്ലേ കമ്പനി അടച്ചുപൂട്ടി അല്ലെ, പല പല പ്രശ്നങ്ങൾ കൊണ്ട് മാനേജ്മെന്റിന്റെ പല ഇഷ്യൂസ് കാരണം അത് ക്ലോസ് ചെയ്യേണ്ട വന്നു. അങ്ങനെ സർവൈവൽ ഒരു ഇമ്പോർട്ടൻസ് തന്നെയാണ് മാനേജ്മെന്റിന്റെ. അതിപ്പോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും, ആരുടെയും ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? മ്യൂട്ടാണേ. അപ്പൊ എന്റെ ഈ ലാപ്ടോപ്പ് ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റഡ് ആവുന്നതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഒന്നും സ്ക്രീനിൽ കാണാൻ പറ്റുന്നില്ല. മീൻസ് പേരൊന്നും കാണുന്നില്ല, ആരാന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഇത് കാണുവാണെങ്കിൽ ഒന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞേക്കണേ. സർവൈവൽ, അതായത് നിലനിന്ന് പോകണമെങ്കിൽ അല്ലെ, റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനി, അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളും നിലനിന്ന് പോകണമെങ്കിൽ ആ ഒരു അതിന്റെ സർവൈവൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിലതൊക്കെ അടച്ചുപൂട്ടി, നമ്മൾ പലതും കണ്ടിട്ടുണ്ടാവും, ലോസ് ആയി, നഷ്ടത്തിലായി അടച്ചുപൂട്ടി എന്നൊക്കെ പറഞ്ഞു. പ്രോഫിറ്റ്, ഈ പ്രോഫിറ്റ് പലപ്പോഴും മാനേജ്മെന്റിന് ഉണ്ടാകും. അതിന്റെ ഇത്ര പെർസെന്റേജ് അവിടുത്തെ ഓരോ സ്റ്റാഫിനും, ടീം മെമ്പേഴ്സ് തന്നെ നമ്മൾ പറയാം, അവർക്കും ഡിസേർവിംഗ് ആണ്. പിന്നെ ഗ്രോത്ത്, ഇതിന്റെ ഗ്രോത്ത് പലപ്പോഴും ഇതിന്റെ ഗ്രോത്ത് അനാലിസിസ് ഒരു വർഷം, ഇപ്പൊ ഈ ഒരു ഇയർ കഴിയാറായി, ഇപ്പൊ ഫിനാൻഷ്യൽ ഇയർ കണക്കാക്കുന്നത് മിക്ക ഇന്ത്യൻ കമ്പനീസും ഏപ്രിലാണ് അല്ലെ ഫിനാൻഷ്യൽ ഇയർ. മാർച്ച് ആകുമ്പോഴേക്കും കഴിയും. നെക്സ്റ്റ് ഏപ്രിൽ ആകുമ്പോൾ പുതിയ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യും. ബട്ട് ചില ഫോറിൻ കൺട്രീസ് എല്ലാം കറക്റ്റ് ഇയർ വൈസ് തന്നെയാണ്, ജനുവരി തന്നെയാണ് ചില ഫോറിൻ കമ്പനീസ്. അപ്പൊ ആ ഒരു ഗ്രോത്തിന്റെ മാപ്പോ ഗ്രാഫോ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെഷനൊക്കെ ചെയ്യാനായിട്ട് ആൾക്കാർ പ്രത്യേകം ഉണ്ടാവും. അപ്പൊ ഒരു അനാലിസിസ് പ്രീവിയസ് ഇയറും 2 വർഷത്തെ 3 വർഷത്തേക്കുള്ള ഗ്രോത്ത് നോക്കും. എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടായിട്ടോ, പ്രോഫിറ്റ് എത്ര റേറ്റ് കൂടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. എഡ്യൂക്കേഷൻ സെറ്റിങ്സിലേക്ക് വരുമ്പോൾ ഇത് നമ്മൾ ഈ ജനറൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെക്കണം. അതായത് ഒരു മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൾട്ടി ഡയമെൻഷണൽ ആയിരിക്കണം, ഡൈനാമിക് ആയിരിക്കണം, ഇൻടാഞ്ചിബിൾ ആയിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതിന്റെ ഗോൾ എന്താണോ അതിലേക്ക് എപ്പോഴും ഫോക്കസ് ചെയ്യണം. ആ ഗോള് നേടാനായിട്ട് ജെനുവിൻ ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം. അത് ഇനി എഡ്യൂക്കേഷൻ സെറ്റിങ്സിൽ വരുമ്പോൾ എങ്ങനെയെന്നുള്ളതാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. എഡ്യൂക്കേഷൻ സെറ്റിങ്സിൽ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു മാനേജ്മെന്റിന്റെ ഇപ്പം പൊതുവെ ചില സ്കൂളുകളിൽ അല്ലെ മാനേജ്മെന്റ് ഒരു മാനേജറെ സെലക്ട് ചെയ്യും. ആ ഒരു മാനേജ്മെന്റ് പലപ്പോഴും കമ്മ്യൂണിറ്റി ബേസ്ഡ് ചില സ്കൂളുകളുണ്ട്, ക്രിസ്ത്യൻ മാനേജ്മെന്റ്, അങ്ങനെ അങ്ങനെ പല രീതിയിലുണ്ടല്ലോ അല്ലെ. അപ്പൊ അവിടെ ഒരു മാനേജർ ഉണ്ടാവും. ആ മാനേജർ ടീച്ചേഴ്സും തമ്മിൽ പലപ്പോഴും മീറ്റിംഗ്സുകൾ നടത്താറുണ്ട്. ഒരു എക്സ്റ്റേണൽ ആയിട്ടൊരു ഫാക്കൽറ്റിയെ കൊണ്ടുവരേണ്ടി വരുമ്പോൾ മാനേജറുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ വരും. PTA അല്ലാതെ തന്നെ മാനേജ്മെന്റുകൾ ഉണ്ട് ചില സ്കൂളുകളിൽ. നമ്മളിപ്പോ സാധാരണ സ്കൂളുകളിൽ കാണുന്നത് PTA ആണ്. അപ്പൊ PTA അല്ലാതെ മാനേജ്മെന്റും സ്കൂളുകളിൽ വരാറുണ്ട്. മാനേജർ ഉണ്ടാവും. ലോക്കൽ ആയിട്ടുള്ള ഏരിയയിലുള്ള ആരെങ്കിലും, അല്ലെങ്കിൽ ആ സ്കൂളിന്റെ മാനേജ്മെന്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കൺസേൺഡ് ആയിട്ടുള്ള ആൾക്കാർ. എഡ്യൂക്കേഷണൽ സെറ്റിങ്സിൽ വരുമ്പോൾ ഇതിന് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. എഡ്യൂക്കേഷണൽ സെറ്റിങ്സിലെ മാനേജ്മെന്റ് വരുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണെന്നൊന്ന് മനസ്സിലാക്കി അടുത്ത ക്ലാസ്സിൽ വരണം. അടുത്ത ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് തേഴ്സ്ഡേ ആണ് ക്ലാസ് അല്ലെ. അപ്പൊ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതായത് എല്ലാരും വരും. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായോ? തലപ്പത്തിരിക്കുന്ന ആളല്ലേ? തലപ്പത്തിരിക്കുന്നവരും ഇരിക്കുന്നതും ഇതിന്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നവരും ഇതിന്റെ ബെനിഫിഷ്യറീസ് അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാവരും വരും. അതൊന്ന് പ്രൊനൗൺസ് ചെയ്യോ? സ്റ്റേക്ക് ഹോൾഡർ കിട്ടിയില്ല സ്പെല്ലിംഗ്. ഞാൻ ഇപ്പൊ ചാറ്റ് ബോക്സിൽ എഴുതും. ആരെങ്കിലും എന്നെക്കാൾ സ്പീഡിൽ എഴുതുവാണെങ്കിൽ നന്നായിരിക്കും. ഫസ്റ്റ് ടൈം കേൾക്കുവാ വേർഡ്, അതുകൊണ്ട് അവിടെ വന്നു.
ഞാനപ്പോ അന്ന് പറഞ്ഞേക്കാം. സ്റ്റേക്ക് ഹോൾഡറിന്റെ എഡ്യൂക്കേഷണൽ സെറ്റിംഗിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, സ്റ്റുഡൻസ്, പാരന്റ്സ്, ടീച്ചേഴ്സ്, അങ്ങനെ എല്ലാരും വരും. ആരൊക്കെയാണോ അതിൽ നിന്ന് മീൻസ് അതിന്റെ ബെനിഫിഷ്യറീസ് വരും, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നവര്, അങ്ങനെ പലതും വരും. സ്റ്റേക്ക് ഹോൾഡർ എഡ്യൂക്കേഷണൽ സെക്ടറിന്റെ തന്നെയാണോ എഴുതുന്നത്? ജനറലി ഒരു കമ്പനി അങ്ങനെയാണോ? ജനറലി എല്ലായിടത്തും ഇതുപോലെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് വരും. ഇപ്പം ഒരു കമ്പനി ഉണ്ട്, അതിലിപ്പോ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരാള്, ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾ അതിന്റെ മാനേജർ ഹോൾഡർ ആണോ? ഷെയർ ഹോൾഡർ സംവാട്ട്, ബട്ട് എല്ലായിടത്തും സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്നത് ഷെയർ ഹോൾഡർ അല്ല. ഒരു കമ്പനി, ഞാൻ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, എന്റെ ഒരു ഫ്രണ്ടും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്റെ ഫ്രണ്ട് അതിന്റെ എന്താ പറയാ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നില്ല, ഞാൻ സൈലന്റാ. ഞാൻ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാനും അതിന്റെ സ്റ്റേക്ക് ഹോൾഡറാണ്. കാരണം എനിക്ക് ലാഭം കിട്ടുമ്പോ ബെനിഫിറ്റ് കിട്ടും. ലാഭം എടുക്കുന്ന ആളല്ലേ ഒരു കമ്പനി? അപ്പൊ അതില് അത് പ്രൊഡക്റ്റ് വാങ്ങണവര് സ്റ്റേക്ക് ഹോൾഡർ ആവും. കസ്റ്റമേഴ്സും സ്റ്റേക്ക് ഹോൾഡർ തന്നെയാണ്. കാരണം കസ്റ്റമേഴ്സ് നമ്മൾ ഈ ഷെയർ നമ്മൾ ഷെയർ ഇടാതെ നമ്മൾ അതിൽ വർക്ക് ചെയ്യുന്ന പേഴ്സൺസ് ഉണ്ടല്ലോ, അവരൊക്കെ സ്റ്റേക്ക് ഹോൾഡർ ആയിട്ട് പെടും. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് വരും. നമ്മൾ നാളെ എഴുതേണ്ടത് സ്കൂളിന്റെ മാത്രമാണോ? നിങ്ങൾ സ്കൂൾ എഴുതുക എന്നുള്ള ഒന്ന് മനസ്സിലാക്കി വെക്കുക. സ്കൂൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സംബന്ധിച്ച് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയായിരിക്കുന്നത്? എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ടീച്ചേഴ്സ് വരും, പാരന്റ്സ് വരും, സ്റ്റുഡൻസ് വരും, മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ ആ മാനേജ്മെന്റ് വരും, ഫാക്കൽറ്റീസ് എല്ലാം. നമ്മൾ പുറത്തുനിന്ന് ഒരാളെ ഗസ്റ്റ് ആയിട്ട് വിളിക്കുന്നു, അയാളും ആ ഒരു ഇൻസിഡന്റിൽ അവിടുത്തെ സ്റ്റേക്ക് ഹോൾഡർ തന്നെയാണ്. ഹീസ് പ്രൊവൈഡിങ് സംതിങ്. അതിൽ നിന്ന് വേറെ എഡ്യൂക്കേഷൻ ഇതിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണ്? സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണ്? ഇത് അസൈൻമെന്റ് ആണോ മാം? അസൈൻമെന്റ് അല്ല, ജസ്റ്റ് നാളത്തെ ക്ലാസ്സിൽ നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നാളെയല്ല, നെക്സ്റ്റ് കമ്മിങ് ക്ലാസ്സിൽ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞത് മാത്രം. ഏതൊരു സ്റ്റാഫും, ക്ലീനിങ് സ്റ്റാഫ് ഓൾസോ, എല്ലാവരും സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്. സോ താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്ന് സൈൻ ഔട്ട് ഒന്നും ഇല്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ് സൈൻ ഔട്ട് ചെയ്യാം മാം, ഞാൻ ചെയ്യാം. പ്ലീസ്. ഗുഡ് ഈവനിങ് ഓൾ. ഗുഡ് ഈവനിങ് മിസ്. ഗുഡ് ഈവനിങ് മാം. യെസ് പ്ലീസ്, വേഗം സൈൻ ഔട്ട് ചെയ്ത്. കുറെ പേരൊക്കെ ലീവായി. താങ്ക് യു മാം. ഓക്കെ, ബൈ. താങ്ക് യു മാം. താങ്ക് യു മാം. Power to overcome your circumstance. താങ്ക് യു മിസ്. ഓക്കെ, ബൈ. അനുഭവം നിങ്ങളുടെ തരണം ചെയ്യാനുള്ള ശക്തി നൽകുന്നു. താങ്ക് യു മാം. മാം, ഇതില് എത്ര ബാച്ച് ഉണ്ട് മാം PG ഗ്രൂപ്പില്? നമ്മുടെ ഈ ഗ്രൂപ്പില് എനിക്ക് വലിയ ഐഡിയ ഇല്ല. എനിക്ക് 7 വരെ തോന്നുന്നു. എന്റെ പൊന്നു. ഓക്കെ മാം, ശരി. സൈൻ ഔട്ട്. ഓക്കെ, ഗുഡ് നൈറ്റ്, ബൈ. മൊഡ്യൂൾ 3ന്റെയും 4ന്റെയും ഒക്കെ PDF ഇത് കിട്ടാൻ എന്താ വേണ്ടേ? മാം സൈൻ ഔട്ട് പറയുന്നില്ലേ? അതാ സൈൻ ഔട്ട് എന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. ഇത് PDF കിട്ടാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ അഡ്മിനിസ്ട്രേഷൻ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഡൗട്ട്സ് ഒക്കെ ചോദിക്കാൻ നമ്പറിൽ വിളിക്കില്ലേ? ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു. ബൈ. താങ്ക് യു മാം. ഗുഡ് നൈറ്റ്. മാം, ഹലോ ഹലോ മാം, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഞാനിപ്പോ ഫസ്റ്റ് ടൈം ആണ് ഇപ്പം നൈറ്റ് ആക്കിയത് കൊണ്ടാണ് ഈ ക്ലാസ് കയറാൻ പറ്റിയത്. ഞാൻ സെപ്റ്റംബർ ബാച്ചിലുള്ള ആണേ. അതിൽ മാം ലേറ്റസ്റ്റ് ഒരു അസൈൻമെന്റ് ഇട്ടിരുന്നു മാമിന്റെ. അത് നമ്മൾ ചെയ്യേണ്ടതാണോ? ഞാൻ കുറെ ക്ലാസ് എനിക്ക് മിസ്സായി, കേൾക്കാൻ പറ്റിയിട്ടില്ല. സെപ്റ്റംബർ ബാച്ചുകാർക്ക് കൊടുത്ത അസൈൻമെന്റ് ചെയ്യണം. ഫുഡ് ആൻഡ് ന്യൂട്രീഷന്റെ മാം അത് ചെയ്യണമെന്ന് മാം പറഞ്ഞിരുന്നു ക്ലാസ്സിൽ. ആണോ? ഓക്കെ മാം. ഓക്കെ, ശരി. താങ്ക് യു. മിസ്സേ, ഏപ്രിൽ ബാച്ച് അലീനയാണേ. അലീന പറയൂ.
നമുക്കിപ്പോ ക്ലാസ് നോർമലായിട്ട് വീക്കിൽ എല്ലാ ഡേയ്സും ഉണ്ടല്ലോ, അഡീഷണൽ ഈ ക്ലാസ് വരും എന്നല്ലേ ഉദ്ദേശിക്കുന്നേ 3 ദിവസം? അതായത് നിങ്ങൾക്ക് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ കോമൺ ക്ലാസ്സസ്, ഡിപ്ലോമക്കാരും കൂടി ചേർന്നിട്ടുള്ള ക്ലാസ്, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ PGയുടെ ക്ലാസ്. ഓക്കെ മിസ്. മോഡ്യൂൾ 3 കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു ഡൗട്ട്, അതിന് ക്ലാസ്സിന്റെ നമ്പർ ഒന്ന് കുറയും. ഓക്കെ മിസ്. മാം, ഇത് വന്നിട്ട് ഗവൺമെന്റ് സ്കൂളുകളിൽ ട്രെയിനിങ്ങിന് പോകാൻ പറ്റുമോ? തീർച്ചയായിട്ടും പോയവരുണ്ട് നമ്മുടെ ബാച്ചില്. പോകാൻ പറ്റുമല്ലോ മാം. ഓക്കെ, 4th വരെ എടുക്കുന്ന ക്ലാസ്സിലേക്ക് പോവാം അല്ലെ നമുക്ക് ഇവിടെ? തീർച്ചയായിട്ടും പോവാം. ഓക്കെ, താങ്ക് യു. ആരൊക്കെയോ പോയി ചെയ്തിട്ടുണ്ട്. ഞാൻ ആക്ച്വലി BCom ആണ് പഠിച്ചിട്ട്. നമ്മള് ഈ PTA വഴി കയറിയിട്ടുണ്ടായിരുന്നു, കുറച്ച് വർക്ക് ചെയ്തു. പക്ഷെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് പറഞ്ഞാൽ നമുക്ക് ഇല്ലല്ലോ ഒന്നും. അങ്ങനെയാണ് ഞാനിപ്പോ ശരിയെന്ന് പറഞ്ഞ് ചെയ്യുന്നത്. 6 മാസമൊക്കെ ചെയ്തിട്ടുള്ളൂ, പിന്നെ കുറെ ഗ്യാപ്പ് ആയിരുന്നു. പക്ഷെ അവിടെ പറ്റുമെന്ന് ഇനി അറിയില്ലല്ലോ നമുക്ക്. അങ്ങനെ അവർ സർട്ടിഫിക്കറ്റ് തരുമോ മാം? ഗവൺമെന്റ് സ്കൂൾ എന്ന് പറയുമ്പം അവർക്ക് സീഡ് ചെയ്യുക അതൊക്കെ ഇച്ചിരി പ്രശ്നമായിരിക്കും. ഗവൺമെന്റ് സെക്ടർ ആണല്ലോ. പക്ഷെ CBSE സ്കൂളുകളിലൊക്കെ എല്ലാവർക്കും കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗവൺമെന്റ് സ്കൂളിൽ ഡിപ്പെൻസ് ഓൺ ആ ഒരു സ്റ്റാഫിനനുസരിച്ചിരിക്കും. നമ്മൾ ആദ്യം പോകുമ്പോഴൊന്ന് ചോദിച്ചു വെക്കണം അല്ലേ, തരുമോ എന്നുള്ളതൊക്കെ അറിഞ്ഞു വെക്കും. ഞങ്ങൾക്ക് തരാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ ചിലർ പറയാറുണ്ട്. ചോദിച്ചിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു മാം. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? എൻ്റെ പേര് പ്രത്യുഷ, MD 6 ബാച്ചിലാണ്. ഞാനിപ്പോ ശരിക്കും ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഹാപ്പി ഫീറ്റ് പള്ളിക്കുളം എന്നുള്ളത് പ്ലേ ഗ്രൂപ്പ് തുടങ്ങി UKG വരെയുള്ള സ്കൂളാണ്. അപ്പൊ നമ്മുടെ ടൈം കിഡ്സ് തന്നെയായിരുന്നു. അത് പേര് മാറ്റി സിലബസ് ഒക്കെ ഓൾമോസ്റ്റ് ടൈം കിഡ്സിന്റെ തന്നെ മോണ്ടിസോറി ബേസ്ഡ് ആണ് പഠിപ്പിക്കുന്നത്. ഞാൻ ശരിക്കും കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗും ഡിഗ്രിയും കഴിഞ്ഞിട്ട് വെറുതെ വീട്ടിലിരുന്നപ്പം കയറിയതാണ്. അടുത്ത് തന്നെയാണ്. അപ്പൊ നമുക്കപ്പം അവിടെ നിന്ന് ഇങ്ങനെ മാം ഇങ്ങനെ ഞങ്ങളോട് പറഞ്ഞു, എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഉപകാരമായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അപ്പം അങ്ങനെയാണ് ഞാൻ മോണ്ടിസോറിക്ക് ചെയ്തത്. അപ്പം അവിടെ കുറെ ടീച്ചേഴ്സ് മോണ്ടിസോറി കഴിഞ്ഞവരുണ്ട്. അപ്പൊ ശരിക്കും ഞാൻ ആ സ്കൂളിൽ വർക്ക് അവിടെ തന്നെ തുടരാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്കതാ ഞാൻ ചോദിച്ചത്, ഇന്റേൺഷിപ്പ് ചെയ്യുമ്പം നമുക്ക് അവിടെ തന്നെ അതിന്റെ തന്നെ സർട്ടിഫിക്കറ്റ് മതിയോ, അതോ നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി ചെയ്യേണ്ടി വരുമോ എന്ന് ഞാൻ ചോദിച്ചത് അതുകൊണ്ടാണ്. അവിടെ തന്നെ മതി. കാരണം അവിടെ അവർ തരുമല്ലോ സർട്ടിഫിക്കറ്റ് പോലെയൊക്കെ തരും. സർട്ടിഫിക്കറ്റ് തരും. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു 1 മന്തെന്നോ 20 ഡേയ്സിനോ അങ്ങനെ ട്രെയിനിങ്, ഈ ഡേറ്റ് തുടങ്ങി ഈ ഡേറ്റ് വരെ നമ്മുടെ ഈ അക്കാദമിക് ഇയറിലെ ഈ പറഞ്ഞ നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകണമെന്ന് പറഞ്ഞ ആ ഒരു ടൈം ഉണ്ടല്ലോ, ടൈമിൽ ഏതെങ്കിലും ഡേറ്റ് വർക്കിംഗ് ആയിട്ടുള്ള ഡേയ്സിലെ ഡേറ്റ് സെലക്ട് ചെയ്തിട്ട് അവിടെ ചെയ്തിരുന്നു. പിന്നെ ഇതൊക്കെ എഴുതാൻ പറ്റില്ലേ, ടീച്ചിങ് മാനുവലൊക്കെ എഴുതാൻ പറ്റില്ലേ, ഓരോ ദിവസത്തെ ഒബ്സർവേഷൻ, ലെസൺ പ്ലാൻ അവര് ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ എഴുതാം. മോണ്ടിസോറിക്ക് ലെസൺ പ്ലാനിനേക്കാളും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ടീച്ചിങ് മാനുവലാണ്. ഞങ്ങൾക്ക് ശരിക്കും ഒരു ടീച്ചേഴ്സ് ഗൈഡൻസ് നോട്ട് ഉണ്ട്. ശരിക്കും നമ്മൾ ആക്ടിവിറ്റി ബേസ്ഡ് ആണ് അവിടെ പഠിപ്പിക്കുന്നത്. ഇപ്പൊ മാം പറഞ്ഞത് കാരണം എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. റെക്കോർഡ് ക്ലാസ് ചെയ്യുന്നത് കൊണ്ട് റെക്കോർഡ് ക്ലാസ് ആണ് കേൾക്കുന്നതെങ്കിൽ പോലും നമ്മൾ ശരിക്കും മോണ്ടിസോറി ബേസ്ഡ് ആണ് അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നത് കുട്ടികളെ കൊണ്ട്. അപ്പൊ ഞാൻ പ്ലേ ഗ്രൂപ്പിലെ ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം കൂടുതലും കുഞ്ഞു കുട്ടികളുമായിട്ടാണ് എനിക്ക് എപ്പോഴും ഒരു അറ്റാച്ച്മെന്റ് ഉള്ളത്. അപ്പൊ ശരിക്കും എനിക്ക്